പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ പാതി, ബാക്കി പറ, അല്പം കൂടെ ഉച്ചത്തിൽ പറ. ദൈവം പാതി. അങ്ങനെ പകുതി ദൈവത്തിനെ അല്ല നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ഫുൾ ദൈവത്തിനെയാണ്. 100% ദൈവമായിരുന്ന മനുഷ്യനെയാണ്, യേശുക്രിസ്തു എന്നുള്ള അനുഗ്രഹീത പുണ്യ വ്യക്തിയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മൾ പകുതി ദൈവത്തെ അല്ല മാത്രം. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ ദൈവം നൽകുന്നത്. ഞാൻ പകുതി ദൈവം പകുതി, അങ്ങനെയില്ല. ഞാൻ ഫുള്ള് ദൈവം ഫുള്ള്. നിങ്ങൾ ആരെങ്കിലും പരീക്ഷ എഴുതിയിട്ട് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളിൽ എല്ലാം നോക്കിയപ്പോഴത്തേക്കും ഒരു 10 1 വേർഡ് ക്വസ്റ്റ്യൻ, 10 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ, 5 എസ്സേ ക്വസ്റ്റ്യൻ, 5 എണ്ണം നിങ്ങൾ എഴുതി. എന്നിട്ട് ബാക്കി പറയാണ് ബാക്കി 5 ദൈവം. ഇനി 5 1 വേർഡ് ക്വസ്റ്റ്യൻ, 5 ഞാൻ 5 ദൈവം. അടുത്ത എസ്സേ 5 ഞാൻ 5 ദൈവം. അങ്ങനെയാണ്? അല്ല. ദൈവമേ, എനിക്ക് സക്കായിയെ പോലെ എൻ്റെ കംഫർട്ട് സോണൊക്കെ മാറ്റിവെച്ച് അതൊക്കെ വേണ്ടാന്ന് വെച്ച് എനിക്ക് ഈ ദൈവത്തിന്റെ പിന്നാലെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങയുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പഴയ പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സുള്ള എത്ര പേരുണ്ട്? ഈ ശമ്പളം ഇതെല്ലാം പറയണമല്ലോ അല്ലേ? ശമ്പളം നിങ്ങൾക്ക് കിട്ടി, ഞാൻ പാതി ദൈവം പാതി. ആരെങ്കിലും 10,000 രൂപ ശമ്പളം കിട്ടിയാൽ 5,000 എനിക്ക്, 5,000 ദൈവത്തിന് ആണോ? ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഞാൻ 2ാമത്തെ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നിങ്ങളെല്ലാം കാണാനായിട്ടിടയായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. പ്രത്യേകാൽ ഈ യുവജന വാരത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊരു മോട്ടിവേഷൻ ക്ലാസ് നിങ്ങൾക്ക് നൽകപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നത് കൊണ്ട് ഞാൻ ഏറെ സന്തോഷിക്കുന്നു. അതിൻ്റെ പിന്നിൽ ബഹുമാനപ്പെട്ട ശാലേം അച്ഛൻ, എനിക്ക് അനേക വർഷത്തെ പരിചയം അച്ഛനും കുടുംബവുമായിട്ടുണ്ട്. വളരെ ആത്മീകമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ കഴിഞ്ഞ അനേക നാളുകൾ ഇടയാക്കിയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഭക്തനായ മനുഷ്യനാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ കുടുംബം. മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രോഗ്രാം ക്രമീകരിക്കുന്നതിൽ ഇവിടെയുള്ള ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, ഇന്ന് ഈ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാനായിട്ട് വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ, മാതാപിതാക്കന്മാർ, കൗമാര യൗവനക്കാർ, എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ലോകത്തിലേത് പ്രായക്കാർക്കും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ മോട്ടിവേഷൻ എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിക്കുന്നത് തന്നെ ആ ജനന സമയം മുതൽ തന്നെ ഒരു കുഞ്ഞിന് ആ കുഞ്ഞ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കന്മാരുടെ സാന്നിധ്യം. മാതാപിതാക്കന്മാരുടെ സാന്നിധ്യം കുട്ടിയുടെ വളർച്ചയെ കൂടുതൽ സ്വാധീനിക്കാനായിട്ട് ഇടയാകും. കുട്ടിയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്ന മാതാപിതാക്കന്മാരുടെ സാന്നിധ്യം കുട്ടികളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട മോട്ടിവേഷനാണ്. ഇനി സ്കൂളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, കലാലയങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഏത് സാഹചര്യത്തിലും അവർക്ക് വിജയസാധ്യതകൾ നൽകിക്കൊണ്ട് അധ്യാപകർ ശ്രമിക്കാറുണ്ട്. അത് കുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള മോട്ടിവേഷന് കാരണമായി തീരാറുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മളൊരു വസ്ത്രം, ഒരു നല്ല ഉടുപ്പോ നല്ല വസ്ത്രമോ ധരിച്ച് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ 2 വാക്ക് പറയും. എന്തൊക്കെ പറയും? എന്തൊക്കെ പറയും? നല്ലതായിരുന്നു, നല്ല സാരി കൊള്ളാം, ചുരിദാറിൻ്റെ കളർ കൊള്ളാം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളങ്ങ് മോട്ടിവേറ്റഡ് ആകും, ഒരു സംശയവുമില്ല. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് മാതാപിതാക്കന്മാർ കുട്ടികളോട് പറയും, എടാ നല്ലവണ്ണം കഴിക്കുകയാണെങ്കിൽ ബാക്കി പറ, നല്ലവണ്ണം കഴിക്കുകയാണെങ്കിൽ നിനക്ക് സമ്മാനം തരാം, ഏറ്റവും പെട്ടെന്ന് കഴിച്ചാൽ സമ്മാനം തരാം. ഭക്ഷണം കൊടുക്കുന്നതിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇനി രാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ നമ്മൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യും. എടാ കൊള്ളാം, നീ രാവിലെ എഴുന്നേറ്റു, നീ ഇപ്പോൾ രാവിലെകളിൽ എഴുന്നേറ്റ് നിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും
വിവാഹ ജീവിതത്തിൽ മുഴുവൻ മോട്ടിവേഷൻ എന്നാണ്. ഒരു ഭാര്യ ഭർത്താവിന് ഭക്ഷണം കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭർത്താവിൽ നിന്ന് ഭാര്യ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങളാരും ഭക്ഷണം കൊടുക്കത്തില്ലേ? ഭർത്താവിന് ഭക്ഷണം കൊടുത്തതിന് ശേഷം ഭർത്താവിൻ്റെ മുഖത്തിങ്ങനെ നോക്കി കാത്തിരിക്കും. എന്തിനാണ് നോക്കി കാത്തിരിക്കുന്നത്? ഭർത്താവ് എന്ത് പറയാൻ? ഒരു ഗ്ലാസ് ചായ കൊടുത്താൽ പോലും നമ്മൾ പ്രതീക്ഷിക്കും. എന്തോ പ്രതീക്ഷിക്കും? എൻ്റെ ഭർത്താവ് എന്തെങ്കിലും ഒരു 2 വാക്ക് നല്ലത് പറയണമെന്ന്. ചില ഭാര്യമാർ പറയും, എൻ്റെ സാറേ അനേക വർഷങ്ങളായിട്ട് അങ്ങേര് ഒരു ദിവസം പോലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. ഒരു ദിവസം പോലും ഞാൻ ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കണ്ടിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭാര്യമാരായിരുന്നാലും ഇനി ഭർത്താക്കന്മാരായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഭർത്താക്കന്മാർ കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്ത് വന്നിട്ട് വീട്ടിൽ വരുമ്പോൾ അവർ തളർന്ന ഒരു ഇരിപ്പുണ്ട്. എന്തിനാണ് നമ്മുടെ മുമ്പിൽ തളർന്നിരിക്കുന്നത്? ഭാര്യമാർ പറ. അത് കാണുമ്പോൾ നമ്മൾ എന്തങ്ങോട്ട് പറയണം? അയ്യോ, നിങ്ങൾ രാവിലെ പോയി ഇത്രയും സമയമായിട്ട് തളർന്നു വന്ന് ക്ഷീണിച്ചല്ലോ, നിങ്ങളുള്ളത് കൊണ്ടാണ് നമ്മുടെ വീട് പോകുന്നത് എന്നൊരു ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ പുള്ളി പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് വീണ്ടും നല്ല രീതിയിൽ ജോലിക്ക് പോകും. മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് മോട്ടിവേഷൻ. ആ മോട്ടിവേഷൻ ഏറ്റവും പരമപ്രധാനമായ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട സാഹചര്യം എന്താണ് എന്ന് ഇന്ന് ബൈബിളിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോവുകയാണ്. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ മനുഷ്യന്മാരെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ടെങ്കിൽ, മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ടെങ്കിൽ, മനുഷ്യന്മാരെ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെ, വ്യക്തികളെ, അതുപോലെ തന്നെ കൗമാര യൗവനക്കാരെയൊക്കെ സ്വാധീനിച്ച് ജീവിതത്തിൽ ലക്ഷ്യബോധവും പ്രതീക്ഷയും പ്രത്യാശയും ഉള്ളവരാക്കി തീർത്ത, അതുപോലെ തന്നെ ഓരോ കൗമാര യൗവനക്കാരുടെയും തെറ്റായ സ്വഭാവങ്ങളും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി തീർന്ന അനേക മനുഷ്യരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന മോട്ടിവേഷൻ നൽകിയ ഏക പുസ്തകം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ വേദ പുസ്തകം മാത്രമാണ്. ബൈബിൾ വായിച്ചിട്ട് എത്രയോ പേരാണ് അനന്തമായ നരകത്തിലേക്ക് പോകേണ്ട മനുഷ്യൻ ജീവിതത്തിലേക്ക് വന്നത്. വിശുദ്ധ വേദപുസ്തകം വായിച്ചിട്ട് എത്രയോ പേരാണ് ജീവിതത്തിൽ ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ ആത്മഹത്യയുടെ വക്കിൽ നിന്നിട്ട് അവസാനം ജീവിതത്തിലേക്ക് വന്നത്. ബൈബിൾ കണ്ടുമുട്ടിയവരാരും ഒരിക്കലും നിരാശരായി തീർന്നിട്ടില്ല. വേദപുസ്തകമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആത്യന്തികമായ മോട്ടിവേഷൻ ബുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു മോട്ടിവേറ്റ് ചെയ്ത, ഏറ്റവും കൂടുതൽ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത ഒരു വ്യക്തി, അനേക വ്യക്തികളുണ്ട്, അതിലൊരാളുടെ കഥ ഞാൻ പറയും. ഈ കഥയുടെ കൂടെ ഇന്ന് പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ആവശ്യമായ കുറച്ച് മോട്ടിവേഷൻ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ നിയമത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ് ഈ സംഭവം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം. നമുക്ക് എല്ലാവർക്കും ഈ വ്യക്തിയെ നല്ലവണ്ണം അറിയാം. ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരിക്കലെങ്കിലും പറയാത്തവരും പാടാത്തവരും ഇല്ല. ആരാണ്? ആരാണ്? സക്കായി. സക്കായിയെ കുറിച്ച് പാടാത്തവരും പറയാത്തവരുമില്ല. എന്നാൽ ഈ സക്കായിയുടെ ജീവിതത്തിലുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ട്. സക്കായി നമുക്ക് കാണിച്ചു തരുന്ന ഒരു മോട്ടിവേഷൻ, അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബൈബിളിലെ വാക്യങ്ങൾ വായിച്ചു തരണം. വായിക്കാം. 19-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, 1-2 വാക്യങ്ങൾ. നല്ല ഉച്ചത്തിൽ ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചോ. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങി
സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്നു കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ ഞാൻ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. മതി, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകാനായിട്ട് പോവുകയാണ്. നമ്മളിത് കേൾക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ ജീവിതം ഇതുമായിട്ട് വളരെ സ്വാധീനമുള്ളതായി തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. സക്കായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, അവിടെ എഴുതി വച്ചിരിക്കുന്നത്, അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ സക്കായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. ഒന്നാമത്തെ കാര്യം, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരു മനുഷ്യൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിക്കുകയാണ്, ഒരു ശ്രമം നടത്തുകയാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇദ്ദേഹം ശ്രമിക്കാനായിട്ടുള്ള കാരണം എന്താണ്? ഇദ്ദേഹം ശ്രമിക്കാനായിട്ടുള്ള കാരണം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ശ്രമിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ധൈര്യം. വേറെ, നമ്മൾ ഒരു കാര്യത്തിന് ശ്രമിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആഗ്രഹം. ആഗ്രഹം ആഗ്രഹം ആഗ്രഹം. ഡിസയർ ലീഡ്സ് ടു അറ്റംപ്റ്റ്, അറ്റംപ്റ്റ് ലീഡ്സ് ടു അച്ചീവ്മെന്റ് എന്നാണ്. ഡിസയർ ഉണ്ടാകണം, ആഗ്രഹം ഉണ്ടാകണം. ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായി. എന്താണ് ആഗ്രഹം? യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായി. ഈ ആഗ്രഹത്തെ ഇദ്ദേഹം കത്തിച്ചു വിട്ടു. എനിക്ക് ഈ ആഗ്രഹം എങ്ങനെയെങ്കിലും സാധിക്കണം. ആ ആഗ്രഹം നടപ്പിലാക്കാനായിട്ട് ഇദ്ദേഹം ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ആഗ്രഹം ഉണ്ടായാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇന്നത്തെ കൗമാരക്കാരോട് ഞങ്ങൾ സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. എന്ന് പറയുന്നത് 10 വർഷം കഴിഞ്ഞ്, ഇപ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഭാവിയിൽ എവിടെയായിരിക്കും ഇരിക്കാൻ സാധ്യതയുള്ളത് എന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ എവിടെയോ എന്തോ, അത് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും. ഇനിയിപ്പോൾ എവിടെയെന്ന് പറയാം. പഠിക്കുന്ന കോളേജിലെ വിദ്യാർത്ഥികളോട് ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ അടുത്ത് എന്ത് ജോലിക്ക് ചേരും? എന്താ ഉത്തരം? അതിനിപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? നമുക്കറിയത്തില്ല 5 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന്, നമുക്കറിയത്തില്ല 10 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന്, നമുക്കറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ അടുത്ത ഭാവിയിൽ ഞാൻ എന്തായി തീരുമെന്നുള്ളത് നമുക്ക് പലർക്കും അറിയത്തില്ല. നിങ്ങൾ ഇവിടുന്ന് ബസ് കയറാനായിട്ട് നിൽക്കുകയാണ്. ഊരമ്പെന്ന് ബസ് വന്നു, ജംഗ്ഷനിൽ നിർത്തി, നിങ്ങളങ്ങ് കയറിയ ഉടനെ കണ്ടക്ടർ ഒരു ചോദ്യം ചോദിക്കും. എന്തോ ചോദ്യം? എവിടെ ഇറങ്ങണം, എവിടെ പോകുന്നു? നമ്മൾ എന്തോ ഉത്തരം പറയും? പോണിടത്ത് പോട്ടും, ഇഷ്ടമുള്ളിടത്തങ്ങ് ഇറക്കി വിട്ടാൽ മതി. പറയോ? ഇല്ല. നമ്മൾ ബസ്സിൽ കയറിയ ഉടനെ തന്നെ പറയും, എനിക്ക് ഇന്ന സ്ഥലത്ത് ഇറങ്ങണം. ഈ കയറുമ്പോഴേ അറിയാം എവിടെ ഇറങ്ങണമെന്ന്, എങ്കിലേ നമ്മൾ കയറത്തുള്ളൂ. പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളോട് പറയാണ്, വിദ്യാർത്ഥികളെ, നിങ്ങൾ പഠിക്കുവാൻ പോകുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേ ആഗ്രഹം കത്തിച്ചു വിടണം. ഭാവിയിൽ ഞാൻ ഇന്നിടത്ത് എത്തിച്ചേരും, ഭാവിയിൽ എനിക്ക് ഇന്ന ആളായി തീരണം, എനിക്ക് ഭാവിയിൽ എൻ്റെ സമൂഹത്തിനും എൻ്റെ ഭവനത്തിനും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സമ്പ്രദായത്തിനും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഞാനൊരു നിശ്ചിത സ്ഥലത്ത് എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹം ഇപ്പോഴേ ഹൃദയത്തിൽ കത്തിച്ചു വിടണം. സക്കായിക്ക് ആഗ്രഹം ഉണ്ടായി, എനിക്ക് യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം. രണ്ടാമത്തെ കാര്യം, ആഗ്രഹം ഉണ്ടായി. ഈ ആഗ്രഹം വച്ചിട്ട് സക്കായി എന്ത് ചെയ്തു? ഓഫീസിലിരുന്ന. പിന്നെ എന്ത് ചെയ്തു മോനെ? കാട്ടത്തിൽ കയറണം. കാട്ടത്തിൽ കയറണമെങ്കിൽ ആഗ്രഹം വച്ചിട്ട് അവിടെ ഇരുന്നാൻ പറ്റത്തില്ല. അവിടെ നിന്ന് എന്ത് ചെയ്തു? എഴുന്നേറ്റു. ആഗ്രഹം മനസ്സിലുണ്ട്. ഈ ആഗ്രഹം വച്ചിട്ട് അവിടെ ഇരുന്നാൽ ഒന്നും നടക്കത്തില്ല. ആഗ്രഹത്തിനെ പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരണം.
ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരുൾപ്പെടെയുള്ളവർ നമ്മുടെ മനസ്സിൽ പലപ്പോഴും നമുക്കുണ്ടായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് വേദപുസ്തകം നല്ല രീതിയിൽ വായിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് പഴയ പാപങ്ങൾ ഉപേക്ഷിക്കണം, എനിക്ക് പഴയ തെറ്റുകൾ ചെയ്യണ്ട, എനിക്കിനി അച്ഛനമ്മമാരോട് കള്ളം പറയണ്ട, എനിക്ക് മദ്യവും മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലും ദുശീലമുണ്ടെങ്കിൽ ഞാനിനി അത് ഉപയോഗിക്കത്തില്ല, എൻ്റെ പഴയ കൂട്ടുകെട്ട് ഞാൻ വിടുകയാണ്, ഞാൻ ഇന്ന പയ്യനുമായി ഇന്ന പെൺകുട്ടിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഞാൻ വിടുകയാണ്, അതെൻ്റെ ഭാവിയെയും പഠനത്തെയും ദോഷം ചെയ്യും എന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തോന്നൽ വരുമ്പോൾ ഉണ്ടല്ലോ, തോന്നൽ വരുമ്പോൾ ആ ആഗ്രഹം വെച്ചിട്ട് വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കത്തില്ല. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഇന്ന് രാവിലെ നിങ്ങൾ ഉറക്കത്തിൽ നിന്നും കണ്ണു തുറന്നപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായി. എന്താഗ്രഹം? നിങ്ങൾ കിടക്കയിൽ കിടക്കുകയാണ്, കട്ടിലിൽ കിടക്കുകയാണ്, കണ്ണ് തുറക്കുന്ന പാടെ തന്നെ ഹൃദയത്തിൽ ഒരാഗ്രഹം ഉണ്ടാവും. എന്താഗ്രഹം? എന്താഗ്രഹം? എഴുന്നേറ്റ് പല്ല് തേക്കണം. ആഗ്രഹമില്ലേ? ഇതിപ്പോൾ എല്ലാവരും ഒന്ന് ചിരി നോക്കട്ടെ. രാവിലെ ഈ പരിപാടി നടന്നോണ്ടെന്നൊന്ന് അറിയണമല്ലോ. എല്ലാവരും പല്ല് തേച്ചിട്ടുണ്ട്, നല്ല കാര്യം. അപ്പൊ രാവിലെ കണ്ണു തുറന്നപ്പോഴേ ഹൃദയത്തിൽ ഒരാഗ്രഹം, എന്നും ചെയ്യുന്ന പല്ല് തേക്കണം. പല്ല് തേക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്തെന്ത് ചെയ്തു? പുതപ്പും മൂടി കിടന്ന. പിന്നെ എഴുന്നേറ്റ് പ്രവൃത്തിയിലോട്ട് പോയി. നേരെ പല്ല് തേക്കാൻ പോയി, തിരിച്ചു വന്നു, മുഖം കഴുകി, പല്ല് തേച്ചു, തിരിച്ചു വന്നു, കാപ്പി കുടിച്ചു അല്ലെങ്കിൽ ചായ കുടിച്ചു. നല്ലവണ്ണം പഠിക്കണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹം. എങ്ങനെയാണ് അത് പ്രവൃത്തി കൊണ്ടുവരുന്നത്? പറ. A+ വേണമെന്നല്ലേ ആഗ്രഹം? ആണോ അല്ലയോ? ആണല്ലോ. A+ എല്ലാവർക്കും ആഗ്രഹം ഇതാണ്. A+ വേണം, A+ വേണം. ആഗ്രഹം കൊള്ളാം, നല്ലത്. ഇനി ബാക്കി അടുത്ത് പറ. പഠിക്കണം. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ പാതി, ബാക്കി പറ, അല്പം കൂടെ ഉച്ചത്തിൽ പറ. ദൈവം പാതി. അങ്ങനെ പകുതി ദൈവത്തിനെ അല്ല നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ഫുൾ ദൈവത്തിനെയാണ്. 100% ദൈവമായിരുന്ന മനുഷ്യനെയാണ്, യേശുക്രിസ്തു എന്നുള്ള അനുഗ്രഹീത പുണ്യ വ്യക്തിയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മൾ പകുതി ദൈവത്തെ അല്ല. ഞാൻ പകുതി ദൈവം പകുതി, അങ്ങനെയില്ല. ഞാൻ ഫുള്ള്, ദൈവം ഫുള്ള്. നിങ്ങൾ ആരെങ്കിലും പരീക്ഷ എഴുതിയിട്ട് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളിൽ എല്ലാം നോക്കിയപ്പോഴത്തേക്കും ഒരു 10 1 വേർഡ് ക്വസ്റ്റ്യൻ, 10 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ, 5 എസ്സേ ക്വസ്റ്റ്യൻ, 5 എണ്ണം നിങ്ങൾ എഴുതി. എന്നിട്ട് ബാക്കി പറയാണ് ബാക്കി 5 ദൈവം. ഇനി 5 1 വേർഡ് ക്വസ്റ്റ്യൻ, 5 ഞാൻ, 5 ദൈവം. അടുത്ത എസ്സേ 5 ഞാൻ, 5 ദൈവം. അങ്ങനെയാണ്? അല്ല. കല്യാണത്തിന് ഭക്ഷണം കഴിക്കാൻ പോകും, കിട്ടുന്നതിന് നമ്മൾ പകുതി മാറ്റി വെച്ചിട്ട് പകുതി ഞാൻ, പകുതി ദൈവം. നമ്മൾ അടുത്തിരിക്കുന്നവൻ്റെ ഐസ്ക്രീം കൂടെ നോക്കും. വല്ല അമ്മച്ചിമാരോ അപ്പച്ചന്മാരാണോ അടുത്തിരിക്കുന്നതെന്ന് നോക്കത്തില്ലേ? എന്തിനു നോക്കുന്നത്? അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് നോക്കും. അമ്മച്ചി എങ്ങാനും വേണ്ട മോനെ നീ കുടിച്ചോ എന്ന് പറഞ്ഞല്ല, തരുമെന്ന് പറഞ്ഞ്. തിന്നുന്നതിൽ ഫുള്ള് നമുക്ക് വേണം. ഇനി ശമ്പളം, ഇതെല്ലാം പറയണമല്ലോ അല്ലേ? ശമ്പളം നിങ്ങൾക്ക് കിട്ടി, ഞാൻ പാതി ദൈവം പാതി. ആരെങ്കിലും 10,000 രൂപ ശമ്പളം കിട്ടിയാൽ 5,000 എനിക്ക്, 5,000 ദൈവത്തിന്. ആണോ? നമ്മൾ ആരും അങ്ങനെയല്ല ചെയ്യുന്നത്. മോളെ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അപ്പൊ ഞാൻ തിരിച്ച് കാര്യത്തിലോട്ട് മടങ്ങി വരികയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവം ചെയ്യേണ്ടത് ദൈവം മാത്രം ചെയ്യുന്നു, മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യൻ മാത്രം ചെയ്യുന്നു. നമ്മൾ ചെയ്യേണ്ടത് ദൈവം ചെയ്തു തരത്തില്ല, ദൈവം ചെയ്യുന്ന നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടത്തെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടത്തെ യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തേ പറ്റൂ.
കാനായിലെ കല്യാണത്തിന് കർത്താവായ യേശു ക്രിസ്തു കാനായിലെ കല്യാണത്തിന് വന്നപ്പോൾ അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവിടെയുള്ള ആളുകൾ മറിയുടെ അടുത്ത് വന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് വീഞ്ഞില്ല, എന്തെങ്കിലും ഉടനെ ചെയ്യണം. ഉടനെ തന്നെ യേശു കർത്താവിന്റെ അടുക്കലേക്ക് മറിയ വരികയാണ്. മറിയ വന്ന് യേശു കർത്താവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞു തീർന്നു പോയി. യേശു കർത്താവ് ഉടൻ തന്നെ അടുത്ത കാര്യം ചെയ്തു. യേശു കർത്താവ് എന്തോ ചെയ്തു? യേശു കർത്താവ് അവിടെ ഉണ്ടായിരുന്ന ആ വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കണം. ഇവർ വെള്ളം നിറച്ചു, കാൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചു. ആ വെള്ളം കുറച്ചു കഴിഞ്ഞപ്പോൾ എടുത്ത് വിളമ്പാൻ പറഞ്ഞു. ഇവർ ഈ വെള്ളവുമായിട്ട് ഓരോ ആളുകളുടെ അടുക്കലേക്ക് പോകുകയാണ്. അവിടെ പോയി ആളുകൾ ഓരോരുത്തരും വെള്ളം ആയിരുന്ന ഇത് എടുത്ത് കുടിച്ചപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്, ഇത് സാധാരണ വെള്ളമല്ല, ഇത് വെള്ളമേ അല്ല, ഇത് ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രുചികരമായ, ഏറ്റവും മേത്തരമായ വീഞ്ഞാണ് എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ യേശു കർത്താവ് ആദ്യം ഇവരോട് എന്തോ പറഞ്ഞു? ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കണം. അതാരുടെ ജോലിയാണ്? അത് അവരുടെ ജോലിയാണ്. നമ്മളെങ്ങാനുമാണ് ഈ വെള്ളം നിറയ്ക്കുന്നിടത്ത് അവന്മാരുടെ കൂടെ നിന്നിരുന്നെങ്കിൽ നമ്മൾ ആദ്യം യേശുവിനോടൊരു ചോദ്യം ചോദിക്കും. എന്തോ മോനെ ചോദിക്കും? എന്തോ? വീഞ്ഞ് ഇല്ല. ഇവിടുത്തെ സംഭവം എന്നുള്ളത് ഈ വെള്ളം എടുത്ത് ഒഴിക്കാൻ പറയുകയാണ്. നമ്മൾ ന്യായമായിട്ടൊരു ചോദ്യം ചോദിക്കും, കർത്താവേ, വെള്ളം വീഞ്ഞാക്കാൻ കഴിവുള്ള അങ്ങേക്ക് ബാക്കി പറ, വെള്ളം നിറയുവനെന്ന് പറയാനുള്ള കഴിവില്ലേ എന്ന് ചോദിക്കും. കർത്താവ് പറഞ്ഞെന്തോ? വെള്ളത്തെ കോരി ഒഴിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അത് പറ്റുമല്ലോ, അത് നീ ചെയ്യും. വെള്ളം വീഞ്ഞാക്കാൻ അത് നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല, അത് ഞാൻ ചെയ്യാം. നിന്നെ കൊണ്ട് പറ്റാത്ത ഞാൻ ചെയ്യാം. പക്ഷെ നിന്നെ കൊണ്ട് പറ്റുന്ന നീ ചെയ്തേ പറ്റത്തുള്ളൂ. നീ ചെയ്യേണ്ടത് ലോകത്തിൽ ആരും നിനക്ക് വേണ്ടി ചെയ്തു തരത്തില്ല. ലാസർ മരിച്ചു. എത്ര ദിവസം കല്ലറയിൽ കിടന്നു? ലാസർ ഈ ചിലർക്ക് ക്ലൂ കിട്ടിയാലേ ഉത്തരം വരത്തുള്ളൂ. 4 ദിവസം. ആ മോൾക്ക് നല്ലൊരു ക്ലാപ്പ് കൊടും. ക്ലാപ്പ് കൊടും. വെരി ഗുഡ്. 4 ദിവസം നാറ്റം വെച്ച് കിടന്നു. ഉടനെ തന്നെ യേശു കർത്താവ് വന്നപ്പോൾ കരയാൻ വന്ന യഹൂദന്മാരെല്ലാം കൂടെ യേശു കർത്താവിന്റെ പിന്നാലെ വന്നിട്ട് ഉടനെ തന്നെ യേശു കർത്താവ് അവിടെ നിന്ന് കൂടി നിന്ന ആളുകളോട് ഒരു കാര്യം പറഞ്ഞു. എന്തോ പറഞ്ഞു? വെരി ഗുഡ്. ഈ മോനെ ഒരു ക്ലാപ്പ് കൊടും, അവനൊരു ക്ലാപ്പ് കൊടും. ആ കല്ലറയുടെ മുമ്പിലുള്ള കല്ല് നീക്കാൻ പറഞ്ഞു. അവൻ കൃത്യമായിട്ട് പറഞ്ഞു. കല്ല് നീക്കാൻ പറഞ്ഞു. കല്ല് നീക്കിയപ്പോൾ 4 ദിവസം വെച്ച് നാറ്റം വെച്ച ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം ചീഞ്ഞ് നാറിപ്പോയ ഈ ലാസറിനെ നോക്കിയിട്ട് യേശു കർത്താവ് വെളിയിൽ നിന്ന് പറയാണ്, ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞ ഒരൊറ്റ വിളിയിൽ അതിനകത്ത് നിന്ന് ഒരു മനുഷ്യൻ ഇതാ ശരീരം മുഴുവൻ റൂമാല്, അതായത് വെള്ളത്തുണി ചുറ്റി അദ്ദേഹം ചാടി വരികയാണ് പതുക്കെ. നമ്മളാണ് അവിടെ നിന്നിരുന്നെങ്കിൽ നമ്മൾ എന്തോ ചോദിക്കുമായിരുന്നു കർത്താവിനോട്? കർത്താവ് നമ്മുടെ തുറയാണ്, ഈ ഗുഹയുടെ ഈ കല്ല് ഉരുട്ടി മാറ്റൂ, ഞാൻ ലാസറിനെ ഉയർപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ചോദ്യം ചോദിക്കും കർത്താവിനോട്. പറ. 4 ദിവസം. ബാക്കി പറ. 4 ദിവസം നാറ്റം വച്ച ലാസറിനെ ഉയർപ്പിക്കാൻ അങ്ങേക്ക് കഴിവുണ്ടെങ്കിൽ ഇനി പൂരിപ്പിച്ചോ. ഈ കല്ലുരുട്ടി മാറ്റാൻ ദൈവമേ അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ പോരെ? ഉരുളട്ടെ കല്ലെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, കല്ലുരുളും. വിശ്വാസം ഉണ്ടോ? കല്ലുരുളും. പക്ഷേ യേശു കർത്താവ് എന്താണ് അവിടെ പറഞ്ഞത്? നിങ്ങൾക്ക് ഉരുട്ടി മാറ്റാൻ സാധിക്കും, അത് നിങ്ങൾ ചെയ്തോ. പക്ഷേ ജീവൻ മടക്കി കൊടുക്കുവാൻ ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല. അത് ജീവന്റെ ഉടയവനായ, ജീവന്റെ ദാതാവായ, ജീവന്റെ ഉടമസ്ഥനായ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഞാൻ ചെയ്യും. പക്ഷേ കല്ലുരുട്ടി മാറ്റേണ്ട ആരാണ്? അർത്ഥം മനസ്സിലായല്ലോ? നമ്മൾ ചെയ്യേണ്ടത് നമ്മളല്ലാതെ വേറെ ആർക്കും ചെയ്യാനും പറ്റത്തില്ല, ദൈവം നമുക്ക് ചെയ്തു തരത്തില്ല. നിങ്ങൾ ബൈബിളിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു കൃഷിക്കാരൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, അദ്ദേഹം ഉഴപ്പി സമയാസമയങ്ങളിലൊന്നും വിത്ത് പാകാതെ, സമയാസമയങ്ങളിലൊന്നും നെല്ല് പാകാതെ, ഈ കൃഷിസ്ഥലത്തെ ഒന്നും നോക്കാതെ അവസാനം ഇദ്ദേഹം ഒരു ദിവസം അങ്ങ് മാനസാന്തരപ്പെട്ടു.
ഒരു ഉദാഹരണമാണ്. മാനസാന്തരപ്പെട്ടു. ഉടനെ ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ദൈവമേ, എനിക്ക് തക്ക സമയത്ത് നെല്ല് പാകാനോ വിതയ്ക്കാനോ ഉഴാനോ ഒന്നും സാധിച്ചില്ല. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് വന്നുവെന്ന്. എന്നോട് ക്ഷമിക്കണമേ. ദൂതന്മാരെ ഉടനെ ഈ ഭൂമിയിലേക്ക് അയക്കണമേ. ഉടനെ പിറ്റേ ദിവസം ഗബ്രിയേൽ ദൂതൻ കുറച്ച് നെല്ലുമായിട്ട് വന്ന് അവൻ്റെ കണ്ടത്തിലിറങ്ങി എല്ലാ നെല്ലും അങ്ങനെ വല്ല നടക്കുമോ? ഇല്ല. നമ്മൾ ഈ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അച്ഛനമ്മമാരോട് ഒരു വാക്ക് പറഞ്ഞിട്ടോ, പറഞ്ഞേ അമ്മാ, ബാക്കി പറ. എന്തോന്ന്? ഞാൻ പോണേ, ബാക്കി പറ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നിങ്ങൾ പറ, അമ്മ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത് സാധാരണ? എൻ്റെ മോൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്താ മോനെ പ്രാർത്ഥിക്കും? മാർക്ക് കിട്ടണേന്ന്. അവൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. വെരി ഗുഡ്. എൻ്റെ മോൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നല്ലവണ്ണം പരീക്ഷ എഴുതി മാർക്ക് കിട്ടണേ. ശരി, പരീക്ഷ പേപ്പർ വന്നു, ആൻസർ ഷീറ്റ് അവിടെ ഇരിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ വന്നു, ആൻസർ ഷീറ്റ് ഇരിക്കുന്നു. നമ്മൾ നോക്കി. അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മ ഇവിടെ കൽപ്പാരപ്പറ്റയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഗബ്രിയേൽ ദൂതൻ കേട്ടു. അടുത്ത ഗബ്രിയേൽ ദൂതൻ എന്ത് ചെയ്യും? അവിടെ നാളായിരിക്കും. ഇവനെങ്ങനെയെങ്കിലും തുണ്ടുവെച്ച് ജയിക്കാനുള്ള കൃപ, ശക്തി. സാറ് വരുമ്പോൾ പിടിക്കാതിരിക്കാൻ സാറിൻ്റെ കണ്ണ് പിന്നെ ദൂതന്മാരെ കൊണ്ട് എന്ത് ചെയ്യണം? അത് തന്നെ ഇരുട്ടാക്കി കളയണേ. ഇങ്ങനെ വല്ലതും നടക്കുമോ? ഇല്ല. പിന്നെ അമ്മമാർ പ്രാർത്ഥിച്ചാൽ ഉറപ്പാണ് സാറ് വന്ന് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം അമ്മ പ്രാർത്ഥിക്കുന്നതാണ്, ഇവൻ നല്ലപോലെ പരീക്ഷ എഴുതാൻ സഹായിക്കണേ. അപ്പോൾ ഇവൻ നല്ലതുപോലെ പരീക്ഷ എഴുതണമെങ്കിൽ അവിടെ വരുന്ന സാറിന് പ്രത്യേകം ദൈവം കൃപ കൊടുക്കും. ഏവനൊക്കെ തൊണ്ടുവയ്ക്കുന്ന കണ്ടുപിടിക്കാനുള്ള കൃപ അവർ കണ്ടുപിടിക്കുകയും ചെയ്യും, നിന്നെ പുറത്താക്കുകയും ചെയ്യും. നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിച്ചെല്ലാം അങ്ങ് കിട്ടും, നമ്മൾ ഒന്നും ചെയ്യേണ്ടെന്നാണ്. ഒരു കുട്ടി 10ാം ക്ലാസ് മുഴുവൻ പരീക്ഷ സമയത്ത് ഒന്നും പഠിക്കാതെ അവസാനം കണക്ക് പരീക്ഷ എഴുതി തിരിച്ചു വരികയാണ്. ഒന്നും പഠിച്ചില്ല, തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു, വീട്ടിൽ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പരീക്ഷ കഴിയുമ്പോഴാണല്ലോ VBS ഒക്കെ ഉള്ളത്. VBS ഒക്കെ വന്ന് ഇവൻ ആക്റ്റീവായി. അപ്പോഴാണ് ഇവന് മനസ്സിലായത്, ഞാൻ നല്ലവണ്ണം പഠിച്ചില്ല, ഉഴപ്പി, അതുകൊണ്ട് ദൈവം എന്നെ ശിക്ഷിക്കും. അങ്ങനെ ഇവൻ്റെ അതേ സമയത്ത് അപ്പുറത്ത് വേറൊരു സ്ഥലത്ത് ടീച്ചർമാർ 10ാം ക്ലാസ്സിലെ എല്ലാ പേപ്പറും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും 10ാം ക്ലാസ്സിലെ ഈ മനോജിൻ്റെ പേപ്പർ എടുത്ത് വെച്ചു. ടീച്ചർ തിരുത്താൻ തുടങ്ങി. ടീച്ചറിന് മനസ്സിലായി എല്ലാം പൊട്ടത്തെറ്റ്. ടീച്ചർ ഇങ്ങനെ ഒരു വട്ടമിടാൻ, 0 ഇടാൻ തുടങ്ങിയപ്പോൾ മനോജ് മറ്റേ VBSൻ്റെ അവസാനത്തെ ദിവസം എന്താണ് സംഭവിക്കുന്നത്? സാധാരണ സമർപ്പിച്ച്, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് നല്ലവണ്ണം പഠിക്കണമായിരുന്നു, പഠിക്കാൻ പറ്റിയില്ല, എനിക്ക് പക്ഷെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് തരണമേ. ദൈവം ഇത് കേട്ടു. അതേ സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നു? ടീച്ചർ പേപ്പർ തിരുത്താൻ ഇരിക്കുന്നു. ദൈവം ഇത് കേട്ടു. ദൈവം ഉടനെ തന്നെ ഗബ്രിയേൽ ദൂതനെ വിളിച്ചു. ഗബ്രിയേൽ. ആര് പറന്നു വന്നു? ഗബ്രിയേൽ പറഞ്ഞു. ഉടനെ ദൈവം പറയാണ്, അത് മറ്റേ കൽപ്പാരപ്പറ്റെല്ലാം മനോജില്ലേ, ഉഴപ്പനായിരുന്നു. ഇവിടെ മനോജ് ആരില്ലല്ലോ, രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്നെ കുറിച്ചാണോ പറഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് സാങ്കല്പിക മനോജാണ്. അപ്പോൾ ദൂതൻ ഇങ്ങനെ ദൂതനോട് പറഞ്ഞു, അവിടെ കൽപ്പാരപ്പറ്റയിലെ മനോജാണ് ഭയങ്കര ഉഴപ്പനായത്. പക്ഷേ പുള്ളി പരീക്ഷയ്ക്ക് ഒന്നും എഴുതാനും പറ്റിയില്ല. എന്നാൽ അവൻ്റെ പേപ്പർ ഇപ്പോൾ അവിടെ മഞ്ജു ടീച്ചർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ജു എന്നുള്ള ആരില്ലല്ലോ ഇവിടെ. ഓക്കെ, രക്ഷപ്പെട്ടു. അപ്പോൾ മഞ്ജു ടീച്ചർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൂതൻ പറന്നുപോയി മഞ്ജു ടീച്ചറിൻ്റെ അടുത്ത് പറയണം 100ൽ 100 ഇട്ട് കൊടുക്കാൻ. അങ്ങനെ എന്ത് ചെയ്തു? ഈ ഗബ്രിയേൽ ദൂതൻ പറന്ന് മഞ്ജു ടീച്ചറാണെങ്കിൽ ഇവൻ്റെ ഈ ശ്രദ്ധിച്ചോണം, ആദ്യത്തെ 1-2 ഉത്തരം തെറ്റാണെങ്കിൽ ബാക്കി പറ. ടീച്ചർമാരുടെ സൈക്കോളജി അനുസരിച്ച് പിന്നെ വേറെ ഒന്നും നോക്കി വെറുതെ സമയം കളയണ്ട. കാരണം സിമ്പിൾ ചോദ്യത്തിന് 2ഉം 2ഉം എത്ര 16 എഴുതി വെച്ചു. പിന്നെ ഇവന് ബാക്കിയുള്ളത് നോക്കിയിട്ട് വല്ല കാര്യമുണ്ടാകും. അവരെന്ത് ചെയ്യും? ദേഷ്യം കൊണ്ട് ഇതെല്ലാം കൂടി വട്ടപ്പൂജ ഇങ്ങനെ ദേഷ്യം കൊണ്ട് ഇടാൻ നിൽക്കുമ്പോഴാണ് ദൂതൻ ഇങ്ങനെ പറന്നു വന്നിട്ട് ഈ മനോജിൻ്റെ പേപ്പറിൽ വട്ടം ഇടാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് നേരെ മഞ്ജു ടീച്ചറിൻ്റെ അടുത്ത് വന്നിട്ട്, മഞ്ജു ടീച്ചർ മനോജിൻ്റെ പേപ്പറിൻ്റെ മേൽ കൈവയ്ക്കരുത്. ഇങ്ങനെ പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
അപ്പോൾ പരീക്ഷ എഴുതിയതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ചിന്താഗതി ഇതാണ്, ദൈവം എല്ലാം ചെയ്തു തരും, ഞാൻ ഉഴപ്പിയടിച്ച് നടന്നാൽ മതി, ദൈവത്തിൻ്റെ മക്കൾക്ക് ഒന്നും കുറവില്ല. ഇതാണ് നമ്മുടെ ചിന്ത. തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. പക്ഷികളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവ കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എന്നാലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. കൊച്ചിലെ നിങ്ങളുടെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ ചിന്തിച്ചു, എടാ ഈ പക്ഷികൾ വിതയ്ക്കുന്നില്ല, ബാക്കി പറ, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, ഇത്രയും ഉഴപ്പിയടിച്ച് നടക്കും പക്ഷികൾക്ക് ദൈവം കൊടുക്കുമല്ലോ. ഇതാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മനസ്സിലായത്, വീണ്ടും ഒന്നുകൂടെ വായിച്ചു നോക്കി, അപ്പോഴാണ് കാര്യം മനസ്സിലായത്. പക്ഷികളെ നോക്കി അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷേ അത് ചെയ്യേണ്ട ജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്യും. എല്ലാ പക്ഷികളും നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ബാക്കി പറ എഴുന്നേക്കും, എന്നിട്ട് അതതിൻ്റെ ഭക്ഷണം തപ്പി അതത് പോകും. അതികാലത്ത് എഴുന്നേക്കും, സ്വന്തം ആവശ്യം, സ്വന്തം കാര്യം നോക്കി ഈ പക്ഷികൾ പറന്ന് സ്വന്തം ഭക്ഷണം കണ്ടുപിടിക്കാൻ പോകും. ഇനി ഒരൊറ്റ പക്ഷിയും എനിക്ക് വീടില്ല, എന്തെയോ എന്തോ എന്നൊന്നും പറയാൻ നിൽക്കത്തില്ല. അച്ഛൻ പക്ഷിയുടെ ജോലിയാണ് കൂട് ഉണ്ടാക്കുക. അമ്മ പക്ഷി ഈ കൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കിളികളെ കുറിച്ച് പഠിക്കുന്ന നല്ലതാണ്, പക്ഷികളെ കുറിച്ച്. അമ്മ പക്ഷി എന്ത് ചെയ്യുന്നറിയാമോ? ഈ കൂടുണ്ടാക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സൈറ്റിൽ പോയി നോക്കും. അച്ഛൻ പക്ഷി കൃത്യമായിട്ട് കൂടുണ്ടാക്കുന്നു. എന്നിട്ട് ഈ കൂടിൻ്റെ പുറത്തിരുന്നൊന്ന് അനക്കി ആട്ടിയൊക്കെ നോക്കി, ഇത് താഴെ വീഴുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇന്നും ചിലരുണ്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ച വീടെല്ലാം കൂടെ അനക്കി അടിച്ച് താഴെ ആക്കി ഇടുന്നത്. കുടുംബജീവിതത്തിലൊക്കെ ഉള്ള കേസാണ്. അപ്പോൾ എന്തായാലും നോക്കും. പിന്നെ പക്ഷികൾ കൂട് വയ്ക്കുന്ന എവിടെയാണ്? ഏറ്റവും സുരക്ഷിത സ്ഥലങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. കുരുകിൽ പക്ഷി, മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂട് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അത് തക്ക സമയത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്യും. ഏതെങ്കിലും പക്ഷി രാവിലെ എഴുന്നേറ്റ് മതിലിൻ്റെ പുറത്ത് വായും നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളിരിക്കും വായും നോക്കി, അങ്ങോട്ട് പോകുന്നവരെ എണ്ണും, ഇങ്ങോട്ട് പോകുന്നവരെ എണ്ണും, തിരിച്ച് വൈകുന്നേരം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളവരെ എണ്ണും, തിരിച്ച് വൈകുന്നേരം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളവരെ എണ്ണും. പക്ഷികളെല്ലാം കൃത്യസമയത്ത് കൂട്ടിലും കയറും, രാവിലെ പോകാനും നിൽക്കും. രാവിലെയും വൈകുന്നേരവും കൃത്യം അവരവരുടെ സമയങ്ങളിൽ അവരവർ ചെയ്യേണ്ട കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ ഞാൻ തിരിച്ചു മടങ്ങി വരികയാണ്. മൃഗങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ മനുഷ്യരായ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ അനന്ത സാധ്യതകളെ ഉഴപ്പിയടിച്ച് കളയുന്നത്. ചെയ്യരുത്. ഇന്നു മുതൽ ആക്റ്റീവ് ആകണം. ദൈവമേ, അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന സമയം, അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന ടാലന്റ്, അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന വീട്, പണം, ഇതെല്ലാം കൃത്യതയോടെ ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ഉത്സാഹികളാകണം. അപ്പോൾ ഞാൻ തിരിച്ച് കഥയിലോട്ട് മടങ്ങി വരികയാണ്. സക്കായി തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ എനിക്ക് യേശുവിനെ കാണണം എന്നുള്ള ആ കാര്യം, അത് ആഗ്രഹം കത്തിച്ചു വിട്ടു. 2, അദ്ദേഹം ഇറങ്ങി ആക്ഷൻ ചെയ്യാൻ തുടങ്ങി. ഇറങ്ങി വന്നു. നമ്മൾ രാവിലെ എഴുന്നേക്കണമെന്ന് പലവട്ടം ചിന്തിച്ചിട്ടില്ലേ? ചിന്തിച്ചു. അടുത്തെന്ത് ചെയ്യും? ചിന്തിച്ചിട്ട് അലാറം വയ്ക്കും. ശരി, അലാറവും വച്ചു. ബാക്കി പറ. രാത്രി നമ്മൾ കിടന്നുറങ്ങി, അലാറം 4:30 വച്ചു. കൃത്യം 4:30 ആവുമ്പോൾ അലാറം അടിക്കും, നമ്മൾ എഴുന്നേക്കും. ബാക്കി എന്നിട്ടാണ് കഥയുടെ ട്വിസ്റ്റ്. പല്ല് തേക്കത്തൊന്നുമില്ല. അവൻ നിഷ്കളങ്കനായിട്ട് അവൻ അറിയത്തില്ല ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും. 4:30 എഴുന്നേറ്റിട്ട് അലാറം ഓഫ് ചെയ്യും. എന്നിട്ട് വീണ്ടും കിടന്നങ്ങ് ഉറങ്ങും. എന്നിട്ട് 6 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ഒരു ഡയലോഗ്, ഇന്നെനിക്ക് നേരത്തെ എഴുന്നേക്കാൻ പറ്റിയില്ല, പൈശാചിക ആക്രമണം. എടാ, പിശാചെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ കമ്പും കൊണ്ടുവരും നമ്മുടെ അടുത്ത്. ഒന്നും അറിയാത്ത പിശാചിൻ്റെ പേരും കൂടെ അതിനകത്തോട്ട് ഇടുകയാണ്. പൈശാചിക ആക്രമണം. വല്ല കാര്യമുണ്ടോ? നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമ്മൾ ശ്രമിക്കുന്നില്ല, അതുകൊണ്ടാണ് പറ്റാത്തത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായാൽ ആ ആഗ്രഹത്തെ ശരിയായി കത്തിച്ചു വിടാനായിട്ട് നമ്മൾ അടുത്ത ഇതിലോട്ട് വരണം, പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഇവിടെ സക്കായി ഇറങ്ങി.
ഇനി ശ്രദ്ധിച്ച് കേട്ടോണം. സക്കായി ജോലി സ്ഥലത്തിരുന്ന സക്കായി യേശുവിനെ കാണാനായിട്ട് ഇറങ്ങി. യേശുവിനെ കാണാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് വിട്ടു. ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റു, ജനങ്ങളുടെ ഇടയ്ക്കോട്ട് വന്നു, തിരക്കുള്ള സ്ഥലത്തോട്ട് വന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കംഫർട്ട് സോൺ എന്ന് പറയാം, അതായത് ഈ സുഖം കിട്ടുന്ന കുറച്ച് പരിപാടികളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, സുഖം കിട്ടുന്ന കുറച്ച് പരിപാടികൾ, അത് തൽക്കാലത്തേക്ക് കുറച്ച് മാറ്റി വെക്കണം. പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണ്? അതാണ് ഏറ്റവും ഇഷ്ടം. എപ്പോൾ നോക്കിയാലും കിടന്നങ്ങ് ഉറങ്ങണം, ഒരു ജോലിയില്ല. ഇനി ആൺകുട്ടികൾക്ക് സുഖം കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. എന്നറിയാമോ? ഫോണൊന്നുമല്ല, ഫോണുണ്ട്, അതിനേക്കാളും പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഇവർക്ക് വീട്ടിൽ എവിടെയെങ്കിലും ഒരിടത്ത് മിണ്ടാതിരിക്കണം, ചുമ്മാ ഇരിക്കണം, ഒരു പ്രത്യേക സുഖം. എന്തരടാ ചെയ്യുന്നത്? ഒന്നുമില്ല, ആർക്കും ശല്യമില്ല, മിണ്ടാതെ ഒരു ജോലിയും ചെയ്യത്തില്ല, ചുമ്മാ ഇരിക്കും, ഒരു പ്രത്യേക സുഖമാണ്. നിങ്ങളുടെ ഈ ചുമ്മായിരിപ്പ് മാറ്റണം, അതുപോലെ തന്നെ ഉറക്കവും മാറ്റണം. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രത്യേക പ്രശ്നമുണ്ട് ഈ നാളുകളിൽ. എന്തെന്നറിയാമോ? ഒരു 11:30 കഴിയുമ്പോൾ ഭയങ്കര വിശപ്പ്. എടാ, ഇവന് വീട്ടിൽ വെച്ച് ബാക്കിൽ നിന്ന് ഓടി നടന്നു കൊടുത്താലും ഭക്ഷണം വേണ്ട. ഇത് സ്കൂളിലെത്തി പ്രത്യേകിച്ച് കണക്ക് ടീച്ചർമാരെ കാണുമ്പോൾ ഭയങ്കര വിശപ്പാണ്. ടീച്ചറിനെ കാണുമ്പോഴേ പറയും വിശക്കുന്നു. അപ്പൊ നമ്മുടെ ഉറക്കത്തിന്റെ കംഫർട്ട് മാറ്റി വെക്കണം. കളിച്ചാൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്, കളിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. കുറച്ച് നാളത്തേക്ക് മക്കളോട് പറയണം, നിങ്ങളത് മാറ്റി വെക്കണം. നിങ്ങൾക്ക് നേടണമെങ്കിൽ ചിലത് നിങ്ങൾ ഇന്ന് മാറ്റേണ്ടി വരും. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ചിലത് നേടാൻ സാധിക്കുകയുള്ളൂ. അത് രാവിലെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ മാറ്റി വെക്കണം. ചിലർ സമാധാനവും സ്വസ്ഥതയും കിട്ടാനായിട്ട്, മുതിർന്നവരൊക്കെ ആണെങ്കിൽ സമാധാനവും സ്വസ്ഥതയും കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുണ്ട്. ലഹരി മരുന്നും അങ്ങനെയുള്ള മയക്കുമരുന്നും പിന്നെ അതുപോലെ തന്നെ മദ്യവും ഒക്കെ പറയുന്നത് ഒരു പ്രത്യേക സുഖമാണ്. ജീവിതത്തിൽ യഥാർത്ഥ സുഖം അനുഭവിക്കണമെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ചിലത് മാറ്റിവെക്കേണ്ടി വരും. ഇപ്പോൾ കിട്ടുന്ന സുഖങ്ങളെല്ലാം നൈമിഷികമാണ്, അല്പം കഴിഞ്ഞു പോകുന്നതാണ്. കയ്യിലിരിക്കുന്ന ഐസ്ക്രീം പോലെയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അലിഞ്ഞങ്ങ് കയ്യിൽ നിന്ന് പോകും. ഒന്നും കയ്യിലില്ലാത്ത സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി തീരാനായിട്ടിടയുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ്യമുള്ളതും നിലനിൽക്കുന്നതുമായതിനു വേണ്ടി വേണം നമ്മൾ ജീവിക്കാൻ. ഈ ഭൂമിയിൽ അല്പസമയത്തേക്ക് കിട്ടുന്ന ചില സുഖങ്ങളുണ്ടല്ലോ. വീഡിയോ ഗെയിം കളിച്ചാലുള്ള സുഖം, മൊബൈൽ ഗെയിം കളിക്കുമ്പോഴുള്ള സുഖം, TV-യിലെ ചില പരിപാടികൾ കാണുമ്പോഴുള്ള സുഖം, ചെവിക്കകത്ത് ഇയർഫോൺ എടുത്ത് വെച്ചിട്ട് യൂട്യൂബിലെ റീലും അതും ഇതും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയമാണ്. അതോർത്തോണം. ഇത് കാരണം നമുക്ക് അനേക കാര്യങ്ങൾ നഷ്ടമാകും. പക്ഷേ സക്കായി ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ എഴുന്നേറ്റ് ഞാൻ പോകാൻ പോവുകയാണ്. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ചിലർ യേശു കർത്താവിന് വേണ്ടി നിങ്ങളുടെ കംഫർട്ട് സോൺ മാറ്റിവെച്ച് എഴുന്നേക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ സക്കായി അവിടെ നിന്ന് എഴുന്നേറ്റു. വായിച്ചു, അടുത്ത് എഴുതി വെച്ചിരിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-3. യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ടും പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. ശ്രദ്ധിച്ചു കേട്ടോണം. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. 2 തടസ്സങ്ങൾ ഇദ്ദേഹം നേരിട്ടു. എന്താണ് ഈ 2 തടസ്സങ്ങൾ? ഒന്നെന്താണ്? ആള് വളർച്ചയിൽ കുറിയവൻ, പൊക്കം കുറവ്. 2 പുരുഷാരം. 2 തടസ്സങ്ങൾ. 1 സ്വന്തം ശരീരത്തിൽ നിന്നുള്ള തടസ്സം, 2 പുറത്തു നിന്നുള്ള തടസ്സം. നമ്മൾ ഏത് കാര്യം ചെയ്യാൻ നിന്നാൽ ഈ 2 തടസ്സം ഉണ്ടാവും. രാവിലെ എഴുന്നേക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചിലർക്കുള്ള തടസ്സം ഈ ഉള്ളിൽ നിന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുമ്പോഴേ നമ്മുടെ ശരീരം പറയും, കേടാ ഇന്ന് ലീവല്ലേ, പിന്നെ എന്തിനു എഴുന്നേൽക്കുന്നത്, ഉറങ്ങടാ അവിടെ എന്ന് പറയും. ചിലപ്പോ ഇന്നിനിയിപ്പോൾ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇന്നൊന്നും പഠിക്കാനില്ല,
നമ്മൾ തന്നെ പറയുന്നതാണ്. നമ്മളെ കൊണ്ട് ഇനി ദൈവീയ കാര്യങ്ങൾ ഇത് തന്നെയാണ്. നമ്മൾ നമ്മുടെത്തി തന്നെ പറയും, ഞാൻ ഇനി നന്നാകാനൊന്നും പോകുന്നില്ല, എന്നെ കൊണ്ട് ഇനി ഒരു ഗുണവുമില്ല, ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ട് ദൈവം എന്നിൽ പ്രസാദിക്കുന്നില്ല, ഞാൻ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 2, പുരുഷാരം, പുറത്തുള്ളവർ. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നിന്നാൽ നമുക്കിഷ്ടമാണെങ്കിലും ആര് സമ്മതിക്കത്തില്ല? നമ്മുടെ ഫ്രണ്ട്സ് സമ്മതിക്കത്തില്ല, കൂട്ടുകാർ സമ്മതിക്കത്തില്ല, ബന്ധുക്കൾ സമ്മതിക്കത്തില്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കാം, ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കാം, ദൈവത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അടുത്തൊരു ചോദ്യം വരും. ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ കൂട്ടുകാരൻ പിണങ്ങും, എൻ്റെ കൂട്ടുകാരി പിണങ്ങും, ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്നെ മറ്റുള്ളവർ തടസ്സപ്പെടുത്തും. അപ്പോൾ പിന്മാറാനുള്ള സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, വളരെ ശക്തിയോടെ ഞാനൊരു കാര്യം പറയാൻ ശ്രമിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ പിന്നാലെ പോകാനായിട്ട് ഒരുവൻ ആഗ്രഹിച്ചാൽ, ഒന്നുകിൽ നിനക്ക് ശരീരത്തിൽ നിന്നുള്ള തടസ്സം, അല്ലെങ്കിൽ നിനക്ക് പുറമേ നിന്നുള്ള തടസ്സം, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വരാനുള്ള സാധ്യത ഉറപ്പാണ്. ചിലപ്പോൾ നമ്മൾ പറയും, ഞാൻ ഇനി മുതൽ കള്ളം പറയാതെ ജീവിക്കും, അല്ലെ ഞാൻ ഇനി മുതൽ അനുസരണത്തോടെ ജീവിക്കും. തീരുമാനിച്ച് 24 മണിക്കൂറിനുള്ളിൽ ബാക്കി പറ, അനുസരണക്കേട് കാണിക്കുന്ന ഏതെങ്കിലും ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മളങ്ങ് തോറ്റുപോവുകയാണ്. നിങ്ങൾ തോറ്റുപോകരുത്. ഓരോ ദിവസവും നമ്മൾ തോക്കുമ്പോൾ പിശാചിന്റെ മുൻപിലാണ് തോറ്റുപോകുന്നത്. എടുക്കുന്ന നല്ല തീരുമാനങ്ങൾ നിവർത്തിക്കപ്പെടാതിരിക്കുന്നതിനാൽ പിശാചിന്റെ മുൻപിൽ നമ്മൾ തോറ്റുപോകുകയാണ്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് പിശാചിനെ ജയിച്ചവനാണ്, മരണത്തെ ജയിച്ചവനാണ്, ലോകത്തെ ജയിച്ചവനാണ്. ലോകത്തെ ജയിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്ന ഞാനും നിങ്ങളും ഈ പിശാചിന്റെ മുൻപിൽ തളർന്നു താഴടിയാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഞാൻ മദ്യപാനം ഉപേക്ഷിക്കുന്നു, ഞാൻ മയക്കുമരുന്ന് ഉപേക്ഷിക്കുന്നു, അല്ല ഞാൻ മാതാപിതാക്കന്മാരെ ഞാൻ അനുസരിക്കാത്ത സ്വഭാവം ഞാൻ നിർത്തുന്നു, ഇന്നു മുതൽ അനുസരിക്കാൻ തുടങ്ങുന്നു, അല്ല എൻ്റെ ചില ദുശീലങ്ങൾ, ദുസ്വഭാവങ്ങൾ അച്ഛനമ്മമാർക്ക് അറിയാത്തത്, നാട്ടുകാർക്ക് അറിയാത്തത്, വീട്ടുകാർക്ക് അറിയാത്തത്, ആരും അറിയാതെ എൻ്റെ രഹസ്യ ജീവിതത്തിൽ വന്നു പോകുന്ന ചില ദുശീലങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അത് നിർത്താൻ തീരുമാനിക്കുന്നു. ഇന്നൊരു തീരുമാനം എടുക്കണം. എൻ്റെ ഭർത്താവിന് ഞാൻ കീഴടങ്ങുന്നില്ല, അല്ലെങ്കിൽ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നില്ല, എനിക്ക് തെറ്റായ ഒരു ബന്ധമുണ്ട്, തെറ്റായ ഒരു സ്വഭാവമുണ്ട്, മോശമായ ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ യേശു കർത്താവിനോട് അടുക്കുന്നതിന് അതെല്ലാം തടസ്സമായി തീരും. കാരണം ദൈവം വിശുദ്ധി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അശുദ്ധികൾ നമ്മുടെ ഭാവിയെയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെയും ബാധിക്കും. ഇവിടെ സക്കായി ചെയ്തെന്തെന്നറിയാമോ? വായിച്ചോ മോൾ, അടുത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാറെ അവൻ മുൻപോട്ടോടി. ശ്രദ്ധിച്ചു കേട്ടോണം, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം. സക്കായി യേശുവിനെ കാണാനായിട്ട് ആദ്യം ചെയ്ത കാര്യം, വന്നു, കണ്ടു, മനസ്സിലായി, ആളുകളുടെ കൂട്ടം, നിറയെ ആളുകൾ, കാണാൻ പറ്റുന്നില്ല. അപ്പൊ പ്ലാൻ എ പൊളിഞ്ഞു. എന്താണ്? ഉദ്ദേശിച്ച സ്ഥലത്ത് വന്നിട്ട് കാണാൻ പറ്റുന്നില്ല, പ്ലാൻ എ പൊളിഞ്ഞു. അടുത്ത അദ്ദേഹം എന്ത് ചെയ്തു? പ്ലാൻ ബി, അദ്ദേഹം മുമ്പോട്ടോടി. മനസ്സിലായ? പ്ലാൻ ബി മുമ്പോട്ടോടി. മുമ്പോട്ട് ഓടുന്തോറും എല്ലായിടത്തും ആളുകളാണ്. പ്ലാൻ ബിയും പൊളിഞ്ഞു. വായിച്ചു എഴുതി വെച്ചിരിക്കുന്നത്. മതി, പ്ലാൻ സി. നേരെ വന്നു നോക്കിയപ്പോ നിറയെ ആളുകൾ, വീണ്ടും മുമ്പോട്ടോടി, അവിടെയും ആളുകൾ, ഇവിടെ ആളുകൾ, എല്ലായിടത്തും ആളുകൾ. പിന്നെ ഇദ്ദേഹം അടുത്ത പ്ലാൻ സി എന്താണ്? ഒരു മരം നിൽക്കുന്നുണ്ട്, ഈ മരത്തിൽ ഞാൻ കയറും. ഇദ്ദേഹത്തിന്റെ ആഗ്രഹം നല്ലതായിരുന്നത് കൊണ്ട് പ്ലാൻ ഇസഡ് വരെയും ഇദ്ദേഹം പോകാൻ ഉള്ള മനസ്സുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളവനെ നേടത്തുള്ളൂ. ഒന്നാമത്തെ പ്ലാൻ പൊളിഞ്ഞു, തിരിച്ചു പോകത്തില്ല. രണ്ടാമത്തെ പ്ലാൻ പൊളിഞ്ഞു, തിരിച്ചു പോകത്തില്ല. മൂന്നാമത്തെ പ്ലാൻ അത് വിജയിച്ചു. നമ്മൾ ഒന്നാമത്തെ പ്ലാനിൽ പൊളിഞ്ഞ ഉടനെ നമ്മളൊരു ഡയലോഗ് പറയും. എന്തോ പറയും? ഇന്നിനിപ്പോൾ പോകണ്ട, തിരിച്ചു പോവാം.
വേറെ വല്ലപ്പോഴും വന്നോളൂല്ല, കണ്ടോളാം. രാവിലെ നിങ്ങൾ എഴുന്നേക്കുന്നു, ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധനയ്ക്ക് പോകണം, ചർച്ചിൽ ആരാധനയ്ക്ക് പോകണം, ഇതാണ് സംഭവം. രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോള് വന്നിട്ട് പറയാണ്, അമ്മ ഒരു ചൂട് പോലെ, പനി പോലെ. ബാക്കി ഇനി നിങ്ങൾ പറ. എങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിന്ന് ആരും, കാരണം കൊറോണ ആകാനുള്ള സാധ്യത ഉണ്ട്, ആരും പോകണ്ട. ഒരുങ്ങി നിൽക്കുന്ന അപ്പച്ചനെ പോലും പിടിച്ച് ഇവിടെ നിങ്ങൾ പോയി ഇനി വേറെ ആർക്കും കൊറോണ കൊടുക്കരുത്. ഒരു ലൈറ്റായിട്ടൊരു ചുമ വന്നാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഇത് കോവിഡ് ആകാനുള്ള സാധ്യതയുണ്ട്, ഞാനിന്ന് പോകണില്ല. ഇനി എങ്ങാനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഒരു കറുത്ത പൂച്ച പോണത്, ഉടനെ എന്താ പറയും? വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത്, എന്നിട്ടാണ് കറുത്ത പൂച്ചയെ കാണുമ്പോൾ ഇവൻ, എടാ സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മഹാദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടിറങ്ങണം. കറുത്ത പൂച്ചയെ കാണുമ്പോൾ ദൈവത്തെക്കാൾ പേടി ഇപ്പോൾ പൂച്ചയാണ്. അതും ഇത് ഭയങ്കര തടസ്സമാണ്. ഇതിപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോണം, ഇറങ്ങിത്തിരിച്ചാൽ പിന്മാറരുത്. യേശുക്രിസ്തു ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും വിശുദ്ധ വേദപുസ്തകത്തിൽ 33 വർഷക്കാലം എഴുതി വച്ചിരിക്കുന്നിടത്ത് ഒരൊറ്റയിടത്ത് പോലും യേശുക്രിസ്തു പിന്മാറിയതായിട്ട് ചരിത്രമില്ല. എന്തിനേറെ പറയുന്നു, 12 ശിഷ്യന്മാര് യേശുവിന്റെ കൂടെ നടന്നില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ല അവരുടെ കഥ? അപ്പോസ്തല പ്രവൃത്തികൾ തുടങ്ങി അനേക സംഭവങ്ങളിൽ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങളും വായിക്കുമ്പോൾ നമ്മുടെ ശിരകളിൽ ഓടുന്ന രക്തമുണ്ടല്ലോ തിളയ്ക്കും. കാരണം ഒരൊറ്റ അപ്പോസ്തലൻ പോലും ഒരിക്കൽ പോലും താൻ ചെയ്യാൻ ഉറപ്പിച്ചിറങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. കാരണം ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിളിൽ ഒരു വാക്കുണ്ട്. പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, പിന്നെ ധൈര്യത്തിന്റെയും ശക്തിയുടെയും ആത്മാവാണ്. സ്വർഗത്തിലെ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന വരദാനമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹമാണത്. ആ അനുഗ്രഹം ഉള്ളിലുള്ള മനുഷ്യൻ പിന്മാറരുത്. പഠിക്കാൻ പോയി, കോഴ്സ് എടുക്കാൻ പോയി, പഠിച്ചു. 1 വർഷം കഴിഞ്ഞ ഉടനെ അമ്മയുടെ അടുത്ത് വന്ന് പറയും, അമ്മ ഭയങ്കര പാട് പഠിക്കാൻ, എന്നിട്ട് ഞാൻ വേറെ കോഴ്സ് ചേരാൻ പോകണം. കൊച്ചുകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊച്ചു പിള്ളേരെ, ചേട്ടന്മാരും ചേച്ചിമാരും സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർ ഉടനെ പറയും, എനിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് സ്കൂളിൽ പോകണം. ഇവനെ സ്കൂളിൽ വിട്ടില്ലെങ്കിൽ ഇവൻ രാവിലെ എഴുന്നേറ്റ് ചേച്ചിയോടെ ചേട്ടൻ്റെ കുളിക്കാൻ പോവും, ഒരുങ്ങി നിൽക്കും. എന്നിട്ട് ചേട്ടനും ചേച്ചിയും പോകുമ്പോൾ ഇവൻ പാവം കൊതിച്ച് കാത്തു നിൽക്കും. നിങ്ങൾ നിന്നിട്ട് ഇല്ലേ? നമ്മൾ പിള്ളേരെല്ലാം നിൽക്കും. എന്നാലൊന്ന് വളർന്ന് വലുതായി ഇപ്പം നേരെ തിരിച്ചാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കും. ഏത് വാട്സപ്പ് ഗ്രൂപ്പ്? സ്കൂളിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്. ഇന്ന് എവിടെയെങ്കിലും യെല്ലോ അലർട്ടുണ്ടോ, മഴയുണ്ടോ, കളക്ടർ അവധി പ്രഖ്യാപിച്ചോ, പിന്നെ സ്കൂളിലെ സാറിൻ്റെ തലയിൽ തേങ്ങ വീണോ, ഇപ്പോഴും ആൾ ജീവിച്ചിരിപ്പുണ്ടോ, പിന്നെ മറ്റേ സ്കൂൾ കത്തിപ്പോയോ, എന്താണ് എന്താണ് എന്താണ്. ചില പിള്ളേരിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും അധ്യാപകർക്ക് വേണ്ടി. എന്താ പ്രാർത്ഥിക്കുന്നത്? ഇന്ന് വരുന്ന വഴിക്ക് ടീച്ചറിൻ്റെ വണ്ടി പഞ്ചറാവണം. വേറെ പണ്ടൊക്കെ അധ്യാപകർക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുമായിരുന്നു. ഇതൊരു വല്ലാത്ത പ്രാർത്ഥന ഇപ്പോഴും പിള്ളേർക്ക്. അതുകൊണ്ട് അധ്യാപകർക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ തന്നെ പേടിയായിരിക്കുകയാണ്. കാരണം പിള്ളേരുടെ പ്രാർത്ഥനയല്ല, ദൈവം എങ്ങാനും കേൾക്കുമോ എന്നുള്ള പേടി അധ്യാപകന്. ആ ജാതി പ്രാർത്ഥനയാണ് ചില പിള്ളേർ. അപ്പൊ ഞാൻ തിരിച്ചു വരികയാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ മക്കളാകുന്ന നാം ഒരിക്കലും പിന്മാറാനായിട്ട് പാടില്ല. യെരുശലേമിന്റെ വാതിൽ തീ വെച്ചും അതിന്റെ മതിൽ കത്തിച്ചും കിടന്നത് കണ്ടിട്ട് നെഹമ്യാവ് വന്നിട്ട് ഇതിന്റെ ചുറ്റുപാടും നോക്കി പ്ലാൻ ചെയ്ത് പദ്ധതി ഉണ്ടാക്കിയിട്ട് 52 ദിവസം കൊണ്ട് ചരിത്രം തിരുത്തിക്കുറിച്ച മഹത്തായ മതിൽ പണി അവസാനിച്ചപ്പോൾ തിരിഞ്ഞു നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ഈ പ്രവാചകൻ തൻ്റെ ജീവിതത്തിന്റെ ആ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരൊറ്റ ജീവിതമാണ്. എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എത്ര നാളെ ജീവിക്കുന്നു എന്നുള്ളതല്ല. ഇനി നമുക്കൊരു ചിന്തയുണ്ട്, എന്താണെന്നറിയാമോ? ഞാൻ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കും. നടന്നത് തന്നെ. ആ വാക്സിൻ എടുക്കാതിരുന്നെങ്കിൽ ഒരു 80 വരെയെങ്കിലും വണ്ടി ഓടുവായിരുന്നു. ഇതിപ്പോൾ വാക്സിൻ എടുത്തും പോയി 60-65 കഴിയുമ്പോൾ തന്നെ പത്രത്തിൽ വരികയാണ്. അങ്ങനത്തെ സ്ഥിതിയായി.
ഇതിനിടയ്ക്കാണ് നമ്മൾ ഭയങ്കര ശുഭപ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു വരട്ടെ, നമ്മൾ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, നമുക്ക് ദൈവം തന്ന ഒരു ദിവസം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഞാൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ദൈവം തന്ന ആയുസ് ഉപയോഗിക്കുന്നത്, എങ്ങനെ ഞാൻ ജീവിക്കുന്നു, ഇതാണ് ഏറ്റവും പ്രധാനം. സക്കായി എത്ര വർഷം ജീവിച്ചു നമുക്കറിയത്തില്ല. സക്കായിയുടെ അച്ഛനാര് അമ്മയാര് നമുക്കറിയത്തില്ല. സക്കായിയുടെ മാതാപിതാക്കന്മാര്, സക്കായിയുടെ മക്കളാര്, സക്കായിയുടെ ഭാര്യ ആര്, ഇതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, സക്കായി യേശു കർത്താവിന്റെ കൂടെ നടന്നു, അല്ലേ? സക്കായിയെ കുറിച്ച് അവിടെ എവിടെ എഴുതിയിട്ടുണ്ട്? അവിടെ ആകെ എഴുതിയിട്ടുള്ളത് സക്കായി യേശുവിന്റെ കൂടെ നടന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹം എന്ന് പറയുന്നത് അതാണ്. ഞാൻ നിങ്ങളെ ആ വിഷയത്തിലോട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സക്കായിയുടെ പ്ലാൻ എ ഒളിഞ്ഞു, വന്ന് കാണാൻ നോക്കി, നടന്നില്ല. പ്ലാൻ ബിയിലോട്ട് ഉടനെ സ്വിച്ച് ചെയ്തു. പ്ലാൻ ബി എന്താണ്? മുമ്പോട്ടോടി, കഴിഞ്ഞില്ല. പ്ലാൻ സി നടന്നു. ഈ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടല്ലോ, ദൈവം മാനിക്കും. നിങ്ങൾ അനേക വർഷമായിട്ട് കുടുംബജീവിതത്തിൽ തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് യേശു കർത്താവ് പറയുന്ന കാര്യം, നീ നിരാശപ്പെടണ്ട. നിന്റെ ഹൃദയത്തിൽ ശരിയായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം അത് നടത്തിത്തരും. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, യേശുവിൻ്റെ കൈയും പിടിച്ച് നടക്കണം. പഠിത്തത്തിൽ ശരിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. പലവട്ടം പഠിച്ചിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല. അനേക മണിക്കൂറുകളിൽ നിന്ന് പഠിച്ചിട്ട് അവസാനം പരീക്ഷയ്ക്ക് വേനെടുക്കുമ്പോൾ ശരിയായിട്ടുള്ള ഉത്തരങ്ങളൊന്നും എനിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ മടങ്ങി വരുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചൊരു കാര്യം പറയുകയാണ്, നിങ്ങളുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. പക്ഷേ വാക്ക് വിത്ത് ഗാഡ്, ദൈവവുമായിട്ട് ഒരുമിച്ച് നടക്കണം. അത് ചെയ്താൽ വിജയിച്ചു. സങ്കീർത്തനങ്ങളിലൊരു വാക്യമുണ്ട്, യഹോവ ഭക്തനായ പുരുഷൻ ആര്, അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. ജീവിതത്തിൽ നിരാശയുടെ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ മക്കളെ വളർത്തി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു കാര്യം, ഇത്രയും ഞാൻ മക്കളെ വളർത്തി, നാളെ അവരെന്നെ നോക്കുമോ? ഇങ്ങനെ ഞാൻ മക്കളെ വളർത്തി, അവരെന്നെ അനുസരിക്കുന്നില്ല, ഈ മക്കളുടെ ഭാവി എന്തായിത്തീരും എന്ന് നിങ്ങൾ ആശങ്കപ്പെടുകയാണെങ്കിൽ ഇവിടെ ഇതാ സക്കായി നമുക്കൊരു നല്ല മാതൃകയായിട്ട് തീരുകയാണ്. പ്ലാൻ എ പൊളിഞ്ഞു, പ്ലാൻ ബി പൊളിഞ്ഞു, തീർന്നില്ല, നിരാശപ്പെട്ടില്ല, വീണ്ടും മുൻപോട്ടോടി. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മുമ്പോട്ടോടുന്നവനായിരിക്കണം, തിരിഞ്ഞോടുന്നവനാകരുത്. ഒരു കാര്യം ഏറ്റെടുത്താൽ ചെയ്തു തീർക്കണം. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കുമെന്നാണ്. നമ്മൾ വീഴും, നമുക്ക് ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കും. നമ്മൾ ഒരു തീരുമാനം എടുത്തു, പക്ഷെ അതേ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല, വീണു, പലവട്ടം വീണു. എന്നാലും മക്കളെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിൽ വെച്ചാൽ മതി, എന്നാലും ഞാൻ എഴുന്നേൽക്കും. കാരണം എനിക്ക് യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യണം. ഞാൻ തിരിച്ച് കഥയിലേക്ക് മടങ്ങി വരികയാണ്. ഒടുവിൽ അവസാനം ഇദ്ദേഹം ആ കാട്ടത്തിമേൽ കയറിയപ്പോൾ വായിച്ചു അടുത്ത് എഴുതി വെച്ചിരിക്കുന്നത്, യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, യേശു കർത്താവ് ഇങ്ങനെ നടന്നു വരുമ്പോൾ കാട്ടത്തിമേലിരിക്കുന്ന സക്കായിയെ കണ്ടപ്പോൾ, യേശു ആ കാട്ടത്തിയുടെ അടുത്തെത്തിയപ്പോൾ ഒരു മനുഷ്യൻ പോലും പറഞ്ഞില്ല യേശുവിനോട്, ദേ ഒരുത്തൻ ഒളിച്ചിരിക്കുന്നുണ്ട്, അവൻ്റെ പേര് സക്കായി എന്നാണ്. പറഞ്ഞോ? ഇല്ല. പക്ഷെ യേശു കാട്ടത്തിയുടെ അടുത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ കണ്ടു, ഇറങ്ങി വരാൻ പറഞ്ഞു. അവൻ്റെ ആഗ്രഹം സക്കായി കണ്ടു, യേശു കർത്താവ് കണ്ടു. സക്കായി അല്ല, യേശു കർത്താവ് കണ്ടു. കണ്ടിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? യേശുവിനെ ഒന്ന് കാണണം. കാണാൻ ആഗ്രഹിച്ചവന്റെ ചെവിയിലേക്ക് യേശുവിൻ്റെ ശബ്ദം കേട്ടു. യേശുവിൻ്റെ എന്ത് ശബ്ദമാണ് കേട്ടത്? സ്വന്തം പേര് വിളിക്കുന്ന ശബ്ദം സക്കായി കേട്ടു. ഇതിനേക്കാൾ അനുഗ്രഹം വേറെ എന്തുണ്ട്? കാണാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ഇങ്ങനെ ഇരുന്നപ്പോൾ യേശു സ്വന്തം പേര് വിളിക്കുകയാണ്, ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പൊ യേശുവിനെ കണ്ടെന്ന് മാത്രമല്ല, ഇപ്പൊ യേശുവിന്റെ ശബ്ദം കേൾക്കുകയും ചെയ്തു. ഇറങ്ങി വാ. അടുത്തെന്താ യേശു പറഞ്ഞത്? ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ പോകുന്നു. കണ്ടു, കേട്ടു, തീർന്നില്ല, കൂടെ നടക്കാൻ പറ്റി. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു ആഗ്രഹം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചതേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട്
പൂമാലയുടെ ബഹളം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരടി ദൈവത്തിന്റെ അടുത്തോട്ട് വെച്ചപ്പോൾ ദൈവം ഒരു 10 അടി ഇങ്ങോട്ട് അടുത്ത് വെച്ചു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒരു ആഗ്രഹം ചെറുതായിട്ടുണ്ടായപ്പോ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിക്കാൻ പോകുന്നു, ഞാൻ നിന്റെ വീട്ടിൽ വരാൻ പോകുന്നു, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പാർക്കാൻ പോകുന്നു. ഇന്ന് ഈ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയൊരാഗ്രഹം, ഒരു പടിയൊന്ന് ദൈവത്തോട് അടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ ഡെഫിനറ്റ്ലി യു ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. യേശു കർത്താവ് ബൈബിളിൽ എത്ര കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കുമെന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പാർത്തിരിക്കും. ഇന്ന് ഈ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്ന ഓരോ മാതാപിതാക്കന്മാരോടും, കുഞ്ഞുങ്ങളോടും, സഹോദരങ്ങളോടും ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരടി ആഗ്രഹം മുന്നോട്ട് വയ്ക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? ദൈവമേ, എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം, എനിക്ക് അങ്ങയുടെ കൂടെ ജീവിക്കണം. ഒരാഗ്രഹം വച്ചാൽ, സക്കായിയോട് ഇത് പറഞ്ഞപ്പോൾ സക്കായി എന്തോ ചെയ്തു? വായിച്ചു അടുത്ത് എഴുതി വെച്ചിരിക്കുന്നത്, ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ. ഇന്ന് മനസ്സിൽ ദുഃഖവും ആശങ്കയോടെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു സന്തോഷത്തിന്റെ വാർത്ത ഞാൻ പറയാം. യേശു കർത്താവ് നിങ്ങളുടെ കൂടെ ഇന്ന് വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കുമ്പോൾ എങ്ങനെ സ്വീകരിക്കണം? സന്തോഷത്തോടെ സ്വീകരിക്കണം. യേശുവേ, അങ്ങൻ്റെ കൂടെ പാർക്കാമെന്ന് പറഞ്ഞല്ലോ, ഞാൻ അങ്ങേക്ക് നന്ദി പറയും. യേശു താഴോട്ട് ഇറങ്ങി വന്നു. യേശു അവിടെ നിന്നു. സക്കായി താഴോട്ട് ഇറങ്ങി വന്നു. സക്കായി താഴോട്ട് വരുമ്പോൾ സക്കായി വന്ന രീതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ വന്നു. ഇരുന്ന സ്ഥലം മാറ്റി വെച്ചു. ഇരുന്ന സ്ഥലം വേണ്ടാന്ന് വെച്ചു. എനിക്ക് യേശുവിൻ്റെ പിന്നാലെ പോയാൽ മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ യേശുവായിട്ട് നടക്കുകയാണ്. വായിച്ചു അടുത്ത് എഴുതി വെച്ചിരിക്കുന്നത്, കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അടുത്ത് യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ ഭവനത്തിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടോണം. എൻ്റെ ക്ലാസിന്റെ അവസാന ഘട്ടത്തിലോട്ട് ഞാൻ പ്രവേശിക്കുകയാണ്. ഇവിടെ യേശുവും സക്കായും ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് നടക്കുകയാണ്. നടന്നു വന്നപ്പോൾ പകുതിയായപ്പോൾ ആളുകളെല്ലാം പറഞ്ഞു, ഇതേണ്ട പാപിയായ മനുഷ്യന്റെ കൂടെ പാർക്കാൻ പോവുകയാണ്. ആര്? യേശു. യേശു കർത്താവിന് ആളുകളെല്ലാം ചൂണ്ടിയിട്ട് പിറുപിറുക്കുകയാണ്. യേശു കർത്താവിനെതിരെ പിറുപിറുക്കാനുള്ള കാരണം ആരാണ്? ഈ കഥയിൽ ഇവരെല്ലാം കൂടെ യേശു കർത്താവിനെതിരെ പിറുപിറുക്കാനുള്ള കാരണം ആരാണ്? സക്കായി. അത് സക്കായിക്ക് മനസ്സിലായി. ഞാൻ കാരണം, എൻ്റെ പഴയ ജീവിതം കാരണം, എൻ്റെ സ്വഭാവം കാരണം, എൻ്റെ പണത്തോടുള്ള ആർത്തി കാരണം, എൻ്റെ ചില സ്വഭാവ രീതികൾ കാരണം, എൻ്റെ അരുമനാഥനായ യേശു കർത്താവിനെതിരെയാണ് ഇവർ പറയുന്നത്. ഇവരുടെ വാ അടയ്ക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്തോ മാർഗം? ഞാൻ മാനസാന്തരപ്പെടണം. ഇന്നത്തെ മോട്ടിവേഷൻ ക്ലാസ്സിന്റെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. യേശു കർത്താവിനെതിരെ പിറുപിറുക്കുന്ന ആളുകളുടെ വായടയ്ക്കാനുള്ള ഏക മാർഗം നാം ഓരോരുത്തരും മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്. അത് ചെയ്താൽ നമ്മൾ വിജയിച്ചു. നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരണം, നമ്മുടെ രീതികളിൽ വ്യത്യാസം വരണം. ഇനി യേശുവുമായിട്ട് ഒരടി മുമ്പോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ തീരുമാനിച്ചിട്ടേ മുന്നോട്ട് വയ്ക്കത്തുള്ളൂ. അതായിരുന്നു സക്കായിയുടെ ആ ഒരു തീരുമാനം. അതാണ് നമുക്കുണ്ടാകേണ്ട മോട്ടിവേഷൻ. എന്താണ്? യേശുവുമായിട്ട് നടക്കുമ്പോൾ ഞാൻ പഴയത് കളയേണ്ടത് കളഞ്ഞ് വേണ്ടാത്തത് വേണ്ടാന്ന് വെച്ച് ഞാൻ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ തീരുമാനിച്ചിട്ട് നടക്കണം. എങ്ങനെയെങ്കിലും ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കരുത്. ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവൻ കളയുന്ന യൗവനക്കാരായി, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന യൗവനക്കാരായി അങ്ങനെ വേണം ജീവിക്കാൻ. എന്താ കാരണമെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു മാനവരാശിയെ സ്നേഹിച്ചപ്പോൾ മനുഷ്യവർഗത്തോടുള്ള സ്നേഹം യേശു കർത്താവ് കാണിച്ചത് കടലിൻ മീതെ നടന്നിട്ടല്ല,
മനുഷ്യവർഗത്തോടുള്ള സ്നേഹം യേശു കർത്താവ് കാണിച്ചത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിനാലല്ല. മനുഷ്യവർഗത്തോടുള്ള സ്നേഹം യേശു കർത്താവ് കാണിച്ചത് അന്ധനായ മനുഷ്യന് കാഴ്ച കൊടുത്തതിലല്ല. മനുഷ്യരാശിയോടുള്ള സ്നേഹം കർത്താവായ യേശു ക്രിസ്തു കാണിച്ചത് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെയാണ്. താൻ തന്നെ ത്യാഗ മനോഭാവത്തോടുകൂടെ മനുഷ്യവർഗത്തിന് വേണ്ടി സ്വന്തം ജീവൻ നൽകിയതിലൂടെയാണ് ആ സ്നേഹം ലോകത്തിന് പ്രദർശിപ്പിച്ചത്. ഇതായിരിക്കണം നാമും ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, മനുഷ്യൻ അവനവൻ ബോധിച്ചതുപോലെ തോന്നിയതുപോലെ താന്താന്റെ വഴിക്ക് തിരിഞ്ഞു. നാം എല്ലാം ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തൻ താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നമ്മൾ ഓരോരുത്തൻ അവനവന്റെ ഇഷ്ടമുള്ളതുപോലെയാണ് ജീവിക്കുന്നത്. ദൈവത്തിന്റെ പ്രമാണം മാറ്റിവെച്ചു, ദൈവത്തിന്റെ കൽപ്പനകൾ മാറ്റിവെച്ചു, ദൈവത്തിന്റെ ചട്ടങ്ങൾ മാറ്റിവെച്ചു, ദൈവത്തെ പോലും മാറ്റിവെച്ചു. എന്നിട്ട് സ്വയം ഇഷ്ടത്തിനനുസരിച്ച് മനുഷ്യൻ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നത് നിത്യമായ നരകത്തിലാണ്. അവിടെയാണ് ഓരോരുത്തൻ താന്താന്റെ വഴിക്കും അവനവന് ബോധിച്ചതുപോലെയും ജീവിച്ചു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ച് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ തീരുമാനിച്ചതിന്റെ പിന്നിലെ കാരണമെന്നുള്ളത് നമ്മോടുള്ള ദൈവത്തിന്റെ മഹാസ്നേഹമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ നമ്മൾ എത്ര തന്നെ വിജയികളായി ജീവിച്ചാലും ഒരു കാലത്ത് ഈ ഭൂമിയിൽ നിന്ന് നാം പോകേണ്ടതായിട്ട് വരും. ഒരു കാലത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നാം നിൽക്കേണ്ടതായിട്ട് വരും. അന്ന് ദൈവം നമുക്ക് നൽകിയ സാഹചര്യങ്ങൾ, സമയം, പണം, കഴിവ്, താലന്ത്, കുടുംബം, സകല സംവിധാനങ്ങളുടെ മേൽ ദൈവം ഒരു നാൾ കണക്ക് ചോദിക്കും. അന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ കാലുകൾ വിറയ്ക്കാതിരിക്കണമെങ്കിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആ മോട്ടിവേഷന്റെ ഇതിലോട്ട് നമ്മൾ വരണം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ജീവിതത്തിന്റെ ശരിയായ വിജയം ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നത് യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ നടക്കുന്ന ബന്ധത്തിലാണ്. ഞാനിതിൻ്റെ ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? എനിക്ക് ഈ യേശുവുമായി ഒരുമിച്ച് നടക്കണം, എനിക്ക് ഈ യേശു ക്രിസ്തുവുമായിട്ട് ഒരുമിച്ച് നടക്കണം. ആണിപ്പാടുള്ള ആ കരങ്ങളിൽ പിടിച്ചെനിക്ക് നടക്കണം. കുഷ്ഠരോഗിയുടെ കഥ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. കുഷ്ഠരോഗിയുടെ കഥയിൽ യേശു കർത്താവ് കുഷ്ഠരോഗിയുടെ അടുക്കൽ വന്നൊരു ചോദ്യം ചോദിച്ചു, നിനക്ക് സൗഖ്യമാകും. കുഷ്ഠരോഗി യേശു കർത്താവിനോട് വന്ന് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു. യേശു കർത്താവ് ആദ്യം കുഷ്ഠരോഗിയെ തൊട്ടിട്ട് എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകുക എന്ന് പറഞ്ഞു. ഈ കുഷ്ഠരോഗി സൗഖ്യമായി വീട്ടിൽ പോയി. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം കുഷ്ഠരോഗി താങ്കൾക്ക് പറയാമോ എന്ന് ചോദിച്ചാൽ, ഈ രോഗസൗഖ്യം വന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് പറയാമോ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം എന്താണെന്ന് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഏത് സംഭവമായിരിക്കും എടുത്തു പറയുന്നത്? ഒരു മനുഷ്യനും എന്നോട് ദയ കാണിക്കാതെ, എൻ്റെ അടുത്ത് പോലും വരാതെ, എന്നെ കാണുമ്പോൾ അശുദ്ധൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് കല്ലെറിയാൻ കാത്തിരുന്ന ജനത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എന്നെ തൊട്ട ഒരു സംഭവമുണ്ട്. ഇന്ന ദിവസം ഇത്ര മണിക്ക് ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്ന് എന്നെ തൊട്ടു. ആരും തൊടാത്ത ആ സാഹചര്യത്തിൽ എന്നെ തൊട്ടു. ആ യേശു കർത്താവ് തൊട്ട രംഗം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല എന്ന് അദ്ദേഹം പറയുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ യുവജനവാരത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ക്ലാസ് ക്രമീകരിച്ചതിന്റെ പിന്നിൽ ആത്യന്തിക ലക്ഷ്യം ചിലർ യേശു കർത്താവിനാൽ തൊടപ്പെടണം. ഈ രാത്രിയിൽ അതായിരിക്കട്ടെ നമ്മുടെ ശരിയായിട്ടുള്ള ജീവിതത്തിന്റെ മോട്ടിവേഷൻ. നമ്മുടെ ആ പാപാവസ്ഥ കണ്ടിട്ട് നമ്മുടെ അടുത്ത് വന്ന് യേശു കർത്താവ് തൊടുകയാണ്. അങ്ങനെ തൊടാൻ മാത്രം കർത്താവിന് യോഗ്യതയുണ്ടോ? ഞാൻ പറയട്ടെ, യേശുവിന് മാത്രമേ യോഗ്യതയുള്ളൂ. പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപം എന്താണെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പകരക്കാരനായി തീരാനിടയായി. നമ്മൾ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം നാം അനുഭവിച്ച് നരകത്തിൽ പോകേണ്ടവരായിരുന്നു. നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ചെന്ന് നിന്ന് പറയേണ്ട കണക്കുകളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ തലമേലായി.
യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നു. യേശു കർത്താവിനെ ആളുകൾ പിടിച്ചു. യേശു കർത്താവിന്റെ ശരീരത്തിൽ നീളമുള്ള ചാട്ടവാറിന്റെ അറ്റത്ത് ചില കമ്പിക്കൊളുത്തുകളും ലോക കഷ്ണങ്ങളും ഒക്കെ കെട്ടിയിട്ടുണ്ടായിരിക്കും. ഈ വലിയ ചാട്ടവാർ കൊണ്ട് യേശു കർത്താവിന്റെ ശരീരത്തിലേക്ക് അവർ ആഞ്ഞടിച്ചു. മനുഷ്യനെ സ്നേഹിക്കാൻ വന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ഓരോ ചാട്ടവാറടിയും ആഞ്ഞടിക്കുമ്പോൾ ഈ ചാട്ടവാർ വന്ന് ശരീരത്തിലോട്ട് വീണിട്ട് ഈ ചാട്ടവാർ വലിച്ചെടുക്കുമ്പോൾ ആ ശരീരത്തിന്റെ മാംസങ്ങൾ ഉൾപ്പെടെ ഇളകി വരുന്ന ഒരു രംഗമുണ്ടല്ലോ, ഒരു മനുഷ്യനും കണ്ടു നിൽക്കുവാൻ പറ്റാത്ത രീതിയിൽ, ഇതൊരു മനുഷ്യനാണോ എന്ന് തോന്നിപ്പോകത്തക്ക രീതിയിൽ ആളുകൾ യേശു കർത്താവിനെ കണ്ടാൽ മുഖം മറച്ചു കളയുന്ന രീതിയിൽ യേശു കർത്താവ് വിരൂപനാക്കപ്പെട്ടു. അതിന്റെ കാരണം ഞാനും നിങ്ങളുമാണ്. ഒടുവിൽ യേശു കർത്താവിന് ഒരു ധൂമ്ര വസ്ത്രം ധരിപ്പിച്ചിട്ട് യേശു കർത്താവിന്റെ തലയിൽ ഒരു കിരീടം എടുത്ത് വെച്ചു കൊടുത്തു. ആ കിരീടവും വെച്ചുകൊണ്ട് യേശു കർത്താവ് നഗ്നപാതനായി കല്ലും മുള്ളുമുള്ള പാതയിലൂടെ ഗോൽഗോഥായിലേക്ക് നടക്കുകയാണ്. ഭാരമുള്ള കുരിശെടുത്ത് യേശു കർത്താവിന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് നടക്കാൻ പറഞ്ഞ് വീണും എഴുന്നേറ്റും സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിതാവായ മഹാദൈവം മനുഷ്യനെ സ്നേഹിച്ചപ്പോൾ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഗോൽഗോഥായിലേക്ക് പോയ കർത്താവായ യേശു ക്രിസ്തുവാണ് ദ റിയൽ മോട്ടിവേറ്റർ ഓഫ് ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് ഈ യേശു കർത്താവാണ്. ഗോൽഗോഥായിലെത്തിയപ്പോൾ കുരിശെടുത്ത് തറയിലിട്ടിട്ട് യേശു കർത്താവിനെ പിടിച്ചതിൽ കിടത്തി. രണ്ട് കാലും നീട്ടിവെച്ച് രണ്ട് കൈകളും നീട്ടിവെച്ചിട്ട് കൈകളുടെ ആ ഉള്ളിലേക്ക് ആണിയടിച്ചിറക്കുന്ന ആ രംഗം നമ്മൾ അനേകർ കണ്ടിട്ടുള്ളത് ടിവികളിലും മറ്റും സിനിമകളിലും പലപ്പോഴും ജീസസിന്റെ സിനിമയും കണ്ടിട്ടുള്ളത് ഇവിടെ ആണിയടിച്ച് ഇറക്കുന്ന രംഗമാണ്. പക്ഷേ വേദപണ്ഡിതന്മാരും വൈദ്യശാസ്ത്രജ്ഞന്മാരും ഒരുമിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ആണിയടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഭാരം കൊണ്ട് കൈ ചിലപ്പോൾ കീറി ഈ ശരീരം താഴെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആണിയടിച്ചത് മിക്കവാറും ഈ കൈത്തണ്ടയിലായിരിക്കാം, ഇവിടെ ആയിരിക്കാം എന്നാണ് പലരും പറയുന്നത്. അതിന്റെ കാരണം എന്തെന്നറിയാമോ? ഇവിടെ രണ്ടെല്ലുകൾ ഒരുമിച്ച് ചേരുന്നിടത്ത് ആണിയടിച്ചു വെച്ചാൽ പിന്നെ കൈ ഇളകി വരികയില്ല. എന്നാൽ അവിടെ ആണിയടിക്കുമ്പോഴുള്ള വേദന എന്തെന്നറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോണം. നമ്മുടെ കൈയും കാലും നമ്മുടെ കൈകൾ അങ്ങുമിങ്ങും ചലിക്കുമ്പോൾ ഈ ഭാഗത്തെങ്ങാനും ചെറിയൊരു തട്ട് കിട്ടുമ്പോൾ നമ്മൾ സ്കൂളിൽ ഇരുന്ന് പിള്ളേർ പറയും ചെറിയൊരു തട്ട് കിട്ടിയാൽ കറണ്ട് അടിച്ചുവെന്ന്. അതുപോലെ വേദന വരുന്ന ആ നെർവിന്റെ തുടക്കം ഇവിടെയാണ്. അതിലേക്കാണ് ആണികൾ അടിച്ചിറക്കിയത്. യേശു ക്രിസ്തു ഈ ആണികൾ അടിച്ചിറക്കുമ്പോഴും സ്വമനസാല കിടന്നു കൊടുത്തു ആ കുരിശിൽ എന്നെയും നിങ്ങളെയും ഓർത്തിട്ട്. രണ്ട് കാലുകളും എടുത്ത് ഒരുമിച്ച് വെച്ച് ആ കാലുകളിലേക്ക് ആണിയടിച്ചിട്ട് ഈ ഭാരിച്ച കുരിശെടുത്ത് വെട്ടിയെടുത്ത പാറയിൽ ഈ കുരിശെടുത്തിടുമ്പോൾ ആ ശരീരം മൂന്നാണികളിൽ തൂങ്ങിക്കിടക്കുന്ന രംഗമുണ്ടല്ലോ. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ 500 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയായി ഇവിടെ ഇതായി ശരീരം ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ കിടന്ന വസ്ത്രം ഒരു കൂട്ടം ആളുകൾ ചീട്ടിടുകയാണ്. അവരെന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്ന പ്രവചനവും അവിടെ നിറവേറുകയാണ്. അല്പം കൂടെ കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ ആ ശരീരം മുഴുവൻ ഉഴവ് ചാല് പോലെ കീറപ്പെട്ട ശരീരം മുഴുവൻ കണ്ടിട്ട് പ്രവാചകൻ 500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചു, അവന്റെ ശരീരം ഉഴവ് ചാല് പോലെ കീറപ്പെട്ടു, എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. ഒടുവിൽ യേശു കർത്താവ് മരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഒരു പടയാളി കുന്തമെടുത്ത വയറിന്റെ വിലാപ്പുറത്ത് കുത്തിയിട്ട് വലിച്ചിറക്കുമ്പോൾ അവസാനത്തെ തുള്ളി രക്തവും വെള്ളവും ഈ ഭൂമിയിലേക്ക് വീണതിന്റെ കാരണം ഈ ശബ്ദം കേൾക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ്. ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ സക്കായിയെ പോലെ മടങ്ങി വരാൻ വേണ്ടി. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം നാൾ യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് ഉലക മഹാന്മാരഖിലരും കല്ലറയിൽ ഉറങ്ങുമ്പോൾ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ എഴുന്നേറ്റ് ഉയരത്തിൽ വാഴുകയാൽ
പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നെഞ്ചത്ത് കൈവച്ച് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു, ഞാനാണ് ക്രിസ്ത്യാനി. വൈ? കാരണം ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ അനുഗാമികളാണ് നമ്മൾ. ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ മക്കളാണ് നമ്മളെന്ന അവകാശത്തോടെ, അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ ദൈവം നൽകുന്നത്. ഇവിടെ വിശ്വാസ പ്രമാണം വായിച്ചപ്പോൾ ഞാനത് വായിച്ചിങ്ങനെ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതിലെ ഓരോ വാക്കുകളും വീട്ടിൽ പോയിരുന്നത് ധ്യാനിക്കേണ്ടതാണ്. നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഒരാൾക്ക് പാപമോചനം ലഭിക്കുന്നത്. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നതാണ് ഒരു വ്യക്തിക്ക് നിത്യജീവൻ ഉണ്ടാകുന്നത്. അങ്ങനെ സമർപ്പിക്കപ്പെട്ടവരാണ് യേശുക്രിസ്തുവുമായി നടക്കുന്നത്. സക്കായി മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആരുടെ കൂടെ നടന്നു എന്നുള്ളതാണ്. 2 പേടിത്തൊണ്ടന്മാരുടെ കൂടെ നമ്മൾ നടന്നാൽ മൂന്നാമത് നമ്മളും ബാക്കി പറ ലോക പേടിത്തൊണ്ടെന്നായിരുന്നു. 2 ഉഴപ്പന്മാരുടെ കൂടെ നമ്മൾ നടന്നാൽ മൂന്നാമത്തെ നമ്മളും ലോക ഉഴപ്പനായിട്ട് തീരും. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ നടന്നാൽ ആ നിത്യജീവന്റെ അനുഭവം സന്തോഷത്തോടെ അനുഭവിച്ച് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളത്തെ പരാജയങ്ങളെല്ലാം നമുക്കൊരു നിമിഷം ഓർക്കാം. ഞാൻ നിങ്ങൾക്കൊരവസരം തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ അവസാന നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ, ദൈവമേ, എനിക്ക് സക്കായിയെ പോലെ എൻ്റെ കംഫർട്ട് സോണൊക്കെ മാറ്റിവെച്ച് അതൊക്കെ വേണ്ടാന്ന് വെച്ച് എനിക്ക് ഈ ദൈവത്തിൻ്റെ പിന്നാലെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങയുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പഴയ പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സുള്ള എത്ര പേരുണ്ട്? ദൈവത്തോട് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹമെന്ന് പറയാമോ? കർത്താവേ, അനേക പരാജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പലവട്ടം ഞാൻ തന്നെ ശ്രമിച്ചിട്ടും എനിക്കൊരിക്കലും വിജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ ജീവിതത്തിൽ ആത്യന്തിക വിജയത്തിലേക്ക് ഞാൻ എത്തും എന്നെനിക്ക് മനസ്സിലായി. ദൈവമേ, ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങേ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. അങ്ങേ എൻ്റെ കർത്താവായിട്ട് സ്വീകരിക്കുന്നു. എൻ്റെ പഴയ പാപങ്ങൾ ഞാൻ ഉപേക്ഷിക്കുവാൻ തയ്യാറാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു പ്രാർത്ഥന പറയാൻ മനസ്സുണ്ടോ? യേശുവേ, എനിക്കങ്ങേ ആവശ്യമാണ് കർത്താവേ. എൻ്റെ ജീവിതത്തിൽ അനേകവട്ടം പല കാര്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് വേണ്ടാന്ന് വെച്ച് പിന്മാറ്റക്കാരിയാണ് ഞാനൊരു പിന്മാറ്റക്കാരനാണ്. ഞാനൊരു ഭയപ്പെടുന്നവനാണ്. ഞാനൊരു ഭീരുവാണ്. ഞാൻ കർത്താവെ പാപങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പാപത്തിലോട്ട് വീഴുന്ന പന്നിയുടെ സ്വഭാവക്കാരനാണ്. എന്നാൽ ഇന്ന് ഞാൻ ഒരു കുഞ്ഞാടിന്റെ സ്വഭാവം പോലെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് യേശുവിന്റെ കൈ പിടിച്ച് നടക്കണം എന്ന ആഗ്രഹത്തോടെ കണ്ണുനീരോടെ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇനി ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഞാൻ നിങ്ങൾക്കൊരവസരം തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ഞാൻ അങ്ങേ എൻ്റെ ദൈവവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. എനിക്ക് അങ്ങ് മതി കർത്താവേ. എനിക്ക് അങ്ങയോടുള്ള വാസം മതി കർത്താവേ. എൻ്റെ പഴയ സ്വഭാവങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് ദൈവത്തോട് നിങ്ങൾക്ക് പറയാൻ മനസ്സുണ്ടോ? ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആരും തമ്മിൽ അങ്ങും കണ്ണു തുറന്ന് നോക്കരുത്. അടുത്തിരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നെന്ന് നിങ്ങൾ നോക്കരുത്. ഇന്ന് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ ഉള്ളിൽ പ്രവേശിച്ച് അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞ ദൈവിക സംസർഗത്തിന് വേണ്ടി യേശു കർത്താവ് ഇന്ന് ചിലരുടെ ഹൃദയങ്ങളിൽ മുട്ടുകയാണ്. ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ മനസ്സുണ്ടോ? ഈ യുവജനവാരം അനുഗ്രഹത്തിൻ്റെ യുവജനവാരമായി, ചരിത്രം കുറിക്കുന്ന യുവജനവാരമായി തീരുവാൻ ഇടയാകണമെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കണം. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. നമ്മുടെ കണ്ണുകളെ അടച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് യേശു കർത്താവിനെ വേണം എന്ന ആത്മാർത്ഥ ആഗ്രഹമുള്ള
എനിക്ക് ഈ ദൈവത്തിന് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കണം, എൻ്റെ പഴയ പാപങ്ങൾ ഉപേക്ഷിക്കണം എന്ന് ആത്മാർത്ഥമായി താല്പര്യമുള്ള ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ അവസരം തരികയാണ്. ആരും ഞാൻ പറഞ്ഞതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കണ്ട. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, അതെ, എനിക്ക് ഈ ദൈവത്തിന് വേണ്ടി ഇനി ജീവിക്കണം, ഈ ദൈവത്തിൻ്റെ കൈ പിടിച്ച് സക്കായി നടന്നു പോയതുപോലെ എനിക്ക് യേശുവിൻ്റെ കൈ പിടിച്ച് നടന്നു പോകണം, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം. സഹോദരങ്ങളെ, ആഗ്രഹം മനസ്സിൽ വെച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ആ ആഗ്രഹം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്ക് ഈ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ച് ജീവിക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുന്നതിൻ്റെ സൂചനയായി സ്വന്തം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്, അതിൻ്റെ സൂചനയായി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് 1 നിമിഷം എഴുന്നേറ്റ് നിൽക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അവസരം തരികയാണ്. എല്ലാവരും എഴുന്നേക്കണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം പ്രേരിപ്പിക്കുന്നെങ്കിൽ മാത്രം, ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നെങ്കിൽ മാത്രം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നത് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് 1 നിമിഷം നിങ്ങളുടെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക. ഹൃദയം നിറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് ക്ഷമിക്കണം, എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ പാപങ്ങളെ ഞാൻ ഓർക്കുന്നു. എന്നാൽ പുത്രൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ശുദ്ധീകരിക്കണമേ എന്ന ആത്മാർത്ഥ ഹൃദയത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ ഞങ്ങളുടെ ഈ ചർച്ചിൽ വന്ന എല്ലാവരോടും ഞങ്ങളോട് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ ദൈവത്തിങ്കിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പുത്രൻ്റെ രക്തം സകല പാപവും നോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാകയാൽ അവിടുത്തെ രക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങളെ അവിടെ നിന്ന് ഓർക്കരുതേ കർത്താവേ. ഇന്നിവിടെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം അവിടെ നിറയുന്നല്ലോ കർത്താവേ. ആ ഹൃദയവേദനകൾ, കഴിഞ്ഞ കാലത്തെ പാപത്തിൻ്റെ മോഹങ്ങളിൽ വീണുപോയ, ചതിക്കുഴികളിൽ വീണുപോയ, അബദ്ധങ്ങളിൽ വീണുപോയ സകല തെറ്റുകളും അവിടെ നിന്ന് ക്ഷമിച്ച് പുത്രൻ മുഖാന്തരം കരുണ കാണിച്ച് ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ അവരെ സഹായിക്കണമേ. നിത്യജീവനുള്ളവരായി ജീവിക്കാൻ അവരെ ഇടവരുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ വചനം അവരുടെ ഹൃദയങ്ങളിൽ എന്നും വാഴുവാൻ അവിടെ സഹായിക്കണമേ. അതുകൊണ്ട് പുത്രനിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ള രീതിയിൽ ദൈവമക്കൾക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തത്തിൻ്റെ വചനം അവരുടെ ഹൃദയങ്ങളിൽ ധരിക്കുവാൻ ദൈവം ഇടയാക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളോട് അവിടെ നിന്ന് സംസാരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, അവർ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ശരിയായ പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും വന്ന് അനുഗ്രഹിക്കപ്പെട്ട നിത്യജീവൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ച് ദൈവമക്കളെന്നുള്ള നിലയിൽ, രക്ഷിക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ, ദൈവത്തിൻ്റെ ദാസന്മാരും ദാസിമാരും എന്നുള്ള നിലയിൽ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ, സമൂഹത്തിൽ അനേക അനുഗ്രഹങ്ങൾക്ക് ഇവർ കാരണമായി തീരുവാൻ, പഠനമേഖലയിലും ജോലിസ്ഥലത്തും വിശ്വസ്തരായിരിക്കാൻ സഹായിക്കണം. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓരോ ആവശ്യങ്ങളിലും ദൈവം തുണ നിൽക്കണം കർത്താവേ. ശരിയായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് യഥാർത്ഥ അനുഗ്രഹമെന്ന് മനസ്സിലാക്കി ദൈവ സാന്നിധ്യം ഉറപ്പുവരുത്തി ഓരോ കുടുംബങ്ങളും ജീവിപ്പാൻ അവിടെ നിന്ന് സഹായിക്കണം. പഠനത്തിൽ കുറവുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാതാപിതാക്കന്മാർ മക്കളെ വളർത്തുന്ന വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭാവിയെ ഓർത്ത് വിഷമിക്കുന്ന, ജോലി കിട്ടാത്തവർ, അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയിട്ട് തക്ക സമയത്തിന് വിവാഹം നടക്കാത്തവർ, രോഗത്തിൻ്റെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ എല്ലാവരും ശരിയായി ദൈവത്തിൽ ആശ്രയിച്ച് പാപത്തിൽ നിന്നുള്ള മോചനം ലഭിച്ച് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ സന്തോഷത്തോടെ അനുഭവിച്ച് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളോട് അവിടുത്തെ വചനം സംസാരിച്ചതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു.
യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.